عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. المدينة كالكير تنفي خبثها وتنصع طيبها. صدق محمد رسول الله صلى الله عليه وسلم. സർവാധരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റബീഉൽ അവ്വൽ 12-ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പരിപാടികളെല്ലാം നടത്തി, ഘോഷയാത്ര നടത്തി, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ എന്നല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ
വ്യത്യസ്ത ഭാഷകളിൽ മുത്തുനബിയെ മദ്ഹ് ചെയ്ത് പ്രകീർത്തിച്ച് ഇന്ന് വൈകുന്നേരങ്ങളിൽ, ഇന്ന് രാത്രി സമയത്ത് കൊച്ചു മക്കളടക്കം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും സംഗമിക്കുകയാണ്. ഇവിടുത്തെ മക്കളുടെ പരിപാടി നാളെയാണ് എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ നടത്തുന്ന ഈ മഹത്തായ നബിദിന പ്രഭാഷണം, മദ്ഹുർ റസൂൽ പ്രഭാഷണം, അത് നടത്താൻ എനിക്ക് തൗഫീഖ് ലഭിച്ചത്, നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത് ആ ഹബീബിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുന്നാര നബി, മുത്തു ഹബീബായ നബിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മെ അങ്ങേയറ്റം തിരുനബി സ്നേഹത്തിന് പ്രചോദിപ്പിച്ച ബഹുമാനപ്പെട്ട ശിറിയ അലിക്കുഞ്ഞി ഉസ്താദ് താജുശ്ശരീഅയുടെ ചാരത്താണ് നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞത് എന്നത് ആലോചിക്കുമ്പോൾ ഇതിന് ഇരട്ടി മധുരമാണ്. മുത്തുനബിയുടെ മദ്ഹാണ് വിഷയം എന്ന നിലയിൽ അതിന് വലിയ മധുരമുണ്ടെങ്കിൽ ഒരാശിഖുർ റസൂലിന്റെ ചാരത്ത് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് ഇരട്ടി മധുരം കാണുകയാണ്. ജീവിതത്തിൽ പലപ്പോഴായി ബന്ധപ്പെടാൻ സാധിച്ച വലിയ ഒരു പണ്ഡിതൻ നേരിട്ട് അവരുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് നിങ്ങളിലൊക്കെ പലർക്കും പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓതാൻ ഭാഗ്യം കിട്ടിയതുപോലെ ഓതാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും അടുത്തിരുന്ന് സംസാരിക്കാനും ദീർഘമായി ചർച്ചകൾ ചെയ്യാനുമൊക്കെ അവരുടെ പേരക്കിടാവ് അനസ് സിദ്ദീഖി അദ്ദേഹം എൻ്റെ അടുത്ത് ഓതി പഠിച്ചിരുന്ന കാലത്തും അതിൻ്റെ ശേഷവുമൊക്കെ അതിന് ഭാഗ്യമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എപ്പോൾ ചർച്ച ചെയ്യുന്നോ അവിടെയൊക്കെ ഉസ്താദിന്റെ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുക ഹുബ്ബുർ റസൂലാണ്, ഇഷ്കാണ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു ചാരത്ത് നിന്ന് അത് പറയുമ്പം അവിടുത്തെ ആത്മാവും കൂടെ നമ്മുടെ കൂടെ സന്തോഷിക്കും എന്ന ആ ഒരു റാഹത്തോടെയാണ് ഞാൻ സംസാരം തുടങ്ങുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയുടെ മദ്ഹ് പറയാന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തൊരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. എല്ലാവർക്കും അറിയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പറഞ്ഞാ തീരൂല, പറഞ്ഞാൽ തന്നെ തീരില്ലെങ്കിൽ പിന്നെ എഴുതിയാൽ എന്തായാലും തീരില്ല എന്ന് ഉറപ്പാണ്. ഞാനിപ്പോ ഒരു 1.5 മണിക്കൂറാണ് കറക്റ്റ് ഇൻഷാ അല്ലാഹ് അവിടെ പ്രസംഗിക്കുന്നത്. ആ 1.5 മണിക്കൂർ പ്രഭാഷണം 1.5 മണിക്കൂർ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞത് ഞാൻ ആവർത്തിച്ചത് ആവർത്തിച്ച് എഴുതണം. തെറ്റിയിട്ട് അബദ്ധവശാൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അത് സുബദ്ധമാക്കി രണ്ടാമത് ആ അബദ്ധം തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അബദ്ധത്തിൽ പറയണം, പിന്നെ തിരുത്തി എഴുതണം. അതൊക്കെ നിങ്ങളും ചെയ്യണം. അങ്ങനെ ഒരിക്കലും ഒരാളുടെ സംസാരത്തിന്റെ ഒപ്പം എഴുതാൻ പറ്റില്ല. അതേസമയം ഞാനിവിടെ നടത്തുന്ന പ്രഭാഷണത്തിന്റെ ഒരു ആകത്തുക എഴുതാൻ കഴിയും, അതിന്റെ പോയിന്റുകൾ എഴുതാൻ കഴിയും. അത് സാധിക്കും. ഞാൻ പറയുന്നതെല്ലാം കൂടെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞു തീർക്കാൻ തന്നെ പറ്റില്ലെങ്കിൽ فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദ്.
മുത്തുനബിയുടെ അപദാനങ്ങൾക്ക് അതിർവരമ്പുകളില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ മഹത്വങ്ങൾ ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ അതിന് വല്ല അതിരും വരമ്പും വേണ്ടേ? അത് പരന്നു കിടക്കുക. ഒരാളും അതിന് ബൗണ്ടറി നിശ്ചയിച്ചിട്ടില്ല, അതിരിട്ടിട്ടില്ല. ഇതാണ് മുത്തുനബി. ഇത്രയേ ഉള്ളൂ മുത്തുനബിയുടെ മദ്ഹ് എന്ന് പറഞ്ഞ് അതിന് 4 ചുമര് കെട്ടാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പരിധികളില്ലാതെ നീണ്ട് പരന്ന് കിടക്കുകയാണ് മുത്തുനബിയുടെ മദ്ഹുകൾ. അങ്ങനെ വല്ല പരിധിയും അതിനുണ്ടായിരുന്നുവെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന വാചാലനായ ഒരാള് തന്റെ വായ കൊണ്ട് മുത്തുനബിയുടെ മദ്ഹുകൾ ആവിഷ്കരിക്കുമായിരുന്നു. അത് പറഞ്ഞു തീർക്കുമായിരുന്നു. അങ്ങനെ കഴിയാതിരുന്നത് എന്തുകൊണ്ടാ? അതിന് അതിരുകളില്ലാത്തത് കൊണ്ടാ. അതാ ഞാൻ പറഞ്ഞത്, പറഞ്ഞു തീർക്കാൻ തന്നെ പറ്റില്ലെങ്കിൽ പിന്നെ എന്തായാലും എഴുതി തീർക്കാൻ പറ്റില്ല. പേന വെച്ച് കീഴടങ്ങുകയാണ്, നാവ് വെച്ച് കീഴടങ്ങുകയാണ്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹു, ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തങ്ങൾ പഠിപ്പിച്ച തിരുനബിയുടെ മദ്ഹുകൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഏത് റൂട്ടിലൂടെയാണ് എന്നാണ് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത്. ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മുത്തുനബിയാണ്. മുത്തുനബിയാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ പ്രമാണം. ഇതാണ് ഇന്ന് എൻ്റെ വിഷയത്തിന്റെ ആകത്തുക. ഹബീബ് റസൂലുള്ളാഹിയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രമാണം. നമ്മുടെ മുമ്പിലുള്ള തെളിവ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സന്ദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച സന്ദേശം, മെസ്സേജ്, റിസാല, എന്താണ് ആ സാധനം? അത് 1,24,000 നബിമാരൊക്കെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുത്തുനബിയും പഠിപ്പിച്ചത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം നമ്മളാരും സ്വന്തം കണ്ടെത്തിയവരല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അഖീദയുടെ തലവും അതിന്റെ കർമ്മതലവും രണ്ടുമുണ്ട്. ആ 2 തലവും അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്, വിശ്വാസ കർമ്മ തലങ്ങൾ, അത് സത്യമായും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നതും ചെയ്ത് കാണിച്ചു തന്നതും ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു വാർത്തയാണ്, അല്ലേ? അല്ലാഹു അല്ലാതെ ലോകത്ത് ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ആരുമില്ല. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്, ഇതൊരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന, ആ പ്രസ്താവന ശരിയാണെന്നതിന്റെ ദലീൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്നതിന്റെ തെളിവെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്നതിന്റെ തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് മുഹമ്മദ് നബിയ. പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദാഹരണം പറയുമ്പോൾ ബോധ്യപ്പെടും. ഒരു വാർത്ത സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കൽ എപ്പോഴാണ്? ഒരു വാർത്ത ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കലും പറയലും എപ്പോഴാണ്? ആ ഖബർ പറഞ്ഞ മുഖ്ബിർ സത്യസന്ധനാകുമ്പോഴാണ്. ആ വാർത്ത പറഞ്ഞയാൾ സത്യസന്ധനാണെങ്കിൽ വാർത്ത സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. കളവ് പറയുന്ന ആളാണെങ്കിൽ അയാൾ പറഞ്ഞ വാർത്ത നമുക്ക് വിശ്വാസാവില്ല. ഒരു ഖബർ സാദിഖാകണമെങ്കിൽ മുഖ്ബിർ സാദിഖായിരിക്കണം. മുത്താലിമീങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകും ചെയ്യും. ഞാൻ കൃത്യമായി വിശദീകരിച്ചു തരാം. മുത്താലിമീങ്ങൾ ശരിക്കെൻ്റെ കൂടെ പോന്നാൽ ഈ ഒരു പ്രഭാഷണം നമുക്ക് ഉപകാരപ്പെടും. അള്ളാഹു 2 കൂട്ടർക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ. അപ്പൊ അങ്ങനെയാണ് ഒരു വാർത്ത സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുക, അല്ലേ? എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന്റെ ഒന്നാമത്തെ
പ്രമാണം എന്തായിരിക്കണം? മുഹമ്മദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായ പ്രവാചകനാണെന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 തികഞ്ഞു, നുബുവത്ത് ലഭിച്ചു, റിസാലത്തിന്റെ സന്ദേശം യാ അയ്യുഹൽ മുദ്ദസ്സിർ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തൊട്ട് അല്ലമൽ ഇൻസാന മാ ലം യഅലം വരെയുള്ള ആയത്തുകൾ ആദ്യം ഇറങ്ങി. ആ ആയത്തുകൾ ഇറങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു, നബിയായി. അടുത്ത സൂറത്ത് ഇറങ്ങി. ആ ഇഖ്റഅ ബിസ്മിയിൽ ആദ്യത്തെ 5 ആയത്ത് ആദ്യം ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ എന്ന ആ ആയത്തുകളാണ് ഇറങ്ങിയത്. അത് റിസാലത്ത് കൊണ്ടുള്ള കൽപ്പനയാണ്. അവിടെയാണ് റസൂലാകുന്നത്. നബിയായിട്ട് അവിടെ ഇരുന്നാ പോരാ, പുറത്തിറങ്ങിയിട്ട് ദഅവത്ത് നടത്തണം. ഖും ഫഅൻദിർ, ഖും ഫഅൻദിർ, എഴുന്നേറ്റ് സമൂഹത്തിലേക്ക് ഇറങ്ങി നല്ലോണം അവർക്ക് വയലു പറഞ്ഞു കൊടുക്കണം, അവരെ താക്കീത് ചെയ്യണം. അവിടെയാണ് റിസാലത്തിന്റെ കൽപ്പന വരുന്നത്, റസൂലാകുന്നത്. ആ റസൂലായതിന്റെ ശേഷം ആദ്യത്തെ കൽപ്പന വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയേ, തങ്ങളുടെ അടുത്ത കുടുംബങ്ങളോടാണ് കേട്ടോ നിങ്ങൾ ആദ്യം താക്കീത് ചെയ്യേണ്ടത്. നാട്ടുകാരെ നന്നാക്കുന്നതിന്റെ മുമ്പ് വീട്ടുകാരെ കുടുംബത്തെയാണ് നന്നാക്കേണ്ടത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൽ കയറി നിൽക്കുന്നു. ഒരഭിപ്രായ പ്രകാരം ജബൽ അബീ ഖുബൈസിൽ കയറി നിന്നു. അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഒരു കുന്നിന്റെ മുകളിൽ, മക്കയിലെ വലിയൊരു മലയുടെ മുകളിൽ കയറി നിന്നു. സഫാ കുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സഫയും മറുവയും എന്ന് പറഞ്ഞാൽ സഫ അത്ര വലിയ കുന്നായിട്ട് തോന്നൂല, പക്ഷെ അന്ന് ഉണ്ടായിരുന്നു. അതാ സഫയുടെ അറ്റം കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതൊക്കെ പിന്നെ ഇടിച്ച് നിരത്തി അങ്ങനെ ആയതാ. സഫയുടെ മുകളിൽ കയറി, അല്ലെങ്കിൽ ജബൽ അബീ ഖുബൈസിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനൗൺസ് ചെയ്തു, യാ ബനി ഫിഹ്ർ, യാ ബനി അദി, അദി തറവാട്ടുകാരെ, ഫിഹ്ർ തറവാട്ടുകാരെ. ഖുറൈശി കുടുംബങ്ങളിൽ ഓരോ തറവാടിനെയും വിളിച്ചു. ഖുറൈശി കുടുംബത്തിലെ ഉപശാഖകളെ മുഴുവൻ കുടുംബങ്ങളെ മൊത്തം വിളിച്ചു. ഖുറശിയായ സയ്യിദുനാ റസൂലുള്ളാഹി, എന്റെ കുടുംബക്കാരൊക്കെ വരണം, മുഹമ്മദ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒത്തുകൂടിയെന്ന. എത്രത്തോളാണെന്നറിയോ നിങ്ങൾ? ചരിത്രത്തിൽ പറയുന്നത് മുത്തുനബിയുടെ അനൗൺസ്മെന്റ് കേട്ടിട്ട് എല്ലാവരും അവിടെ എത്തി. ഒരാൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അയാളെ വീട്ടിൽ നിന്നൊരു പ്രതിനിധിയെയെങ്കിലും അദ്ദേഹം പറഞ്ഞയക്കുമായിരുന്നു. ആ രൂപത്തിലാണ്. അങ്ങനെ എല്ലാവരും അവിടെ എത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറയാൻ പോവുകയാണ്. ആരോടാത് പറയുന്നത്? ബിംബാരാധനയിൽ മൂടുറച്ചു പോയ ഒരു ഖൗമ്. ആ ഖൗമിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല് വിപരീത ഫലമാണ് ഉണ്ടാകുക. നമുക്കിപ്പോ തന്നെ ആലോചിച്ചാൽ അറിയാം. പക്ഷെ അവരോട് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയൊരു സന്ദേശം കൈമാറുമ്പോൾ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ ആ മലമുകളിൽ നിന്ന് താഴെ നിരന്ന് നിൽക്കുന്ന തന്റെ കൂട്ടുകാരോട്, കുടുംബക്കാരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് പറയോ എന്നോട്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ലൗ അഖ്ബർതുക്കും, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണെങ്കിൽ, ഈ മലയുടെ മുകളിൽ നിന്ന് ഞാൻ പറയാണ്, എന്ത്? അന്ന ഖൈലൻ മിൻ വറാഇ ഹാദൽ ജബൽ, ഈ പർവ്വതത്തിന്റെ പിന്നാമ്പുറത്തുകൂടെ, പിന്നിലൂടെ ഒരു കുതിരപ്പട വരുന്നുണ്ട്. ആ കുതിരപ്പട വരുന്നത് എന്തിനാണ്? നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ മേൽ ആക്രമണം അഴിച്ചുവിടാൻ ഇതാ ഒരു കുതിരപ്പട ഈ മലയുടെ ഇപ്പുറത്തു കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലയുടെ താഴ്ഭാഗത്തുള്ള നിങ്ങൾ അത് കാണൂല. ഞാൻ മലയുടെ മുകളിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഇതാ അതിലൊരു കുതിരപ്പട വരുന്നുണ്ട് നിങ്ങളെ ഒന്നടങ്കം ശരിയാക്കാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവ കുന്തും മുസദ്ദിഖിയ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ ആദ്യം അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം പറയല്ല ചെയ്തത്. പിന്നെ ഞാൻ എങ്ങനെ ഉണ്ട് എന്നാണ് ഇവരോട് ചോദിക്കുന്നത്. അതാണല്ലോ ഇതിന്റെ അർത്ഥം.
ഒരു നാടൻ ഉദാഹരണം പറഞ്ഞു. ഈ മലയുടെ പിന്നാമ്പുറത്തുകൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ലോക്കൽ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കോ ഇല്ലേ? ഇവരെല്ലാവരും ഒരേ വായ കൊണ്ട് പറഞ്ഞു, ഒരേ നാവ് കൊണ്ട് എല്ലാവരും പറഞ്ഞു. എന്ത് സംശയിക്കാൻ? ഞങ്ങൾ വിശ്വസിച്ചിരിക്കും, ഞങ്ങളത് ഉറപ്പിക്കും, ഞങ്ങൾ അതിന് വേണ്ട പ്രതിരോധങ്ങൾ നടത്താൻ ഒരുങ്ങി നിൽക്കും. എന്തുകൊണ്ട്? ഇന്ന് വരെ നീ സത്യല്ലാതെ പറയുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നീ അൽ അമീനല്ലേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നീ അൽ അമീനല്ലേ? എന്തിനാണ് നിങ്ങൾ പറയുന്നത് കളവാക്കി തള്ളിക്കളയേണ്ട കാര്യം? നിങ്ങളെ തള്ളിക്കളയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ അനുഭവം ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശയായിട്ട് പോലും പൊള്ളു പറയാത്ത തങ്ങള് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളത് ഉറപ്പിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? നബി തങ്ങളുടെ സ്വന്തത്തെ പറ്റിയുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് അവരിൽ നിന്ന് വാങ്ങി. ശരി, എന്നെ നിങ്ങൾ തീരെ അവിശ്വസിക്കൂലല്ലോ? ഇല്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കൂലേ? ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കൂലേ? കേൾക്കും. എങ്കിൽ ഇന്നി അദ്ഉഉകും ഇലാ മിൻ ഇബാദത്തിൽ അസ്നാമി ഇലാ ഇബാദത്തിർ റഹ്മാൻ. ഞാൻ നിങ്ങളെ ബിംബാരാധന വർജിച്ച് ഒഴിവാക്കി നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന സന്ദേശം നിങ്ങളിലേക്ക് വിളിച്ചു പറയാനാവുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ശക്തമായ അദാബിൽ പെട്ടുപോകും, നരകത്തിൽ പെട്ടുപോകും എന്ന് ശക്തമായി അവരോട് താക്കീത് ചെയ്തു. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്ന മട്ടില് അതുവരെ റസൂലുള്ളാഹിനെ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്ത സദസ്സിൽ നിന്ന് അബൂലഹബ്, മുത്തുനബിയുടെ പിതൃവ്യനായ അബൂലഹബ് ഉടനെ വിളിച്ചു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ എന്ന് പറഞ്ഞ് ആ സൂറത്തിൽ ഉടനീളം ആക്ഷേപിച്ചു സംസാരിച്ച അബൂലഹബ്. ഒരു വ്യക്തിയെ ആക്ഷേപിക്കുക എന്നുള്ളത് ഖുർആന്റെ ശൈലിയല്ല. അങ്ങനെയല്ല. വ്യക്തികളുടെ പേര് പറയാതെയാണ്, തിന്മകൾ പറഞ്ഞുകൊണ്ടാണ് പലയിടത്തും ഖുർആൻ വിമർശിച്ചത്. ഭൂരിപക്ഷം സ്ഥലങ്ങളിലും, ചുരുക്കം ചില സ്ഥലങ്ങളിലെ വ്യക്തികളെ പരാമർശിച്ചിട്ടുള്ളൂ. അങ്ങനെ പരാമർശിച്ച വ്യക്തികളാണെങ്കിലോ കേവലം വ്യക്തികളുമാകില്ല, അവർ ഒരു തിന്മയുടെ പ്രതീകമായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുക. വലിയൊരു തിന്മ മാറാപ്പിന്റെ പ്രതീകമായിരിക്കും അവർ. അവരെ പറ്റി കേവലം ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൂടാ. അള്ളാന്റെ റസൂലിന് അത്രയുമാണ് ഈ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും ഉപദ്രവിച്ചത്. അതുകൊണ്ട് അബൂലഹബിനും കെട്ടിയോളയും ഒരുപോലെ പിടികൂടിയ ആയത്തിൽ ശക്തമായി എതിർത്തു സംസാരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ആക്ഷേപിക്കാൻ ഇടവന്ന, വിശുദ്ധ ഖുർആനിലൂടെ ആക്ഷേപിച്ച് സംസാരിച്ച അബൂലഹബ് ഉടനെ തന്നെ പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന. ഇതിനാണോ മുഹമ്മദേ നീ ഞങ്ങളങ്ങ് വിളിച്ചു കൂട്ടിയത് ഇത് പറയാൻ? നിനക്ക് നാശം വരട്ടെ മുഹമ്മദേ എന്ന് പറഞ്ഞു. കണ്ടോ, പിണങ്ങി, വിയോജിച്ചു. അപ്പൊ എന്താ വിഷയം? അള്ളാഹുവിന്റെ റസൂലിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അവർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേഴ്സണാലിറ്റി, അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അവർക്കില്ല. അവർ തറപ്പിച്ചു പറയുന്നു അള്ളാഹുവിന്റെ റസൂല് ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ദഅവത്തിലാണ് അവരുടെ പ്രശ്നം, പ്രബോധനത്തിലാണ്. ഈ സന്ദേശമാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നബി തങ്ങളുടെ ആ ഒരു അംഗീകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങുന്നത്. ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, ഈ ഒരു വിഷയത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ സഫാ കുന്നിൽ കയറിയിട്ട് മാത്രമാണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വാങ്ങിയ ഒരു അനുഭവം? ഇനി നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗമ് ഖുർആനെ കളവാക്കി തള്ളിപ്പറഞ്ഞപ്പോൾ, തൗഹീദ് നിഷേധിച്ചപ്പോൾ, ഖുർആനെ തള്ളിപ്പറഞ്ഞപ്പോൾ മുത്തുനബിയോട് അല്ലാഹു പറയാൻ പറഞ്ഞ വാക്കൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെയും മുത്തുനബിയുടെ പേഴ്സണാലിറ്റിക്ക് അംഗീകാരം കൊടുക്കുകയാണ്, ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. എന്താണത്?
ഖുൽ ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബി. നബിയെ തങ്ങൾ പറയണം, ലൗ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിശുദ്ധ ഖുർആൻ എന്റെ വായിലൂടെ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ, എന്റെ വായിലൂടെ കേൾപ്പിക്കരുത് എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഈ വിശുദ്ധ ഖുർആൻ എനിക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓതിത്തരാൻ പറ്റൂല. കാരണം പേരിന് പോലും എന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് വഫാത്തായിട്ടുണ്ട്. എന്നാൽ പേരിന് പോലും എന്റെ വല്ലിപ്പയും എന്റെ മൂത്താപ്പ അബൂ താലിബും വല്ലിപ്പ അബ്ദുൽ മുത്തലിബും ഒക്കെ വേണ്ട രൂപത്തിൽ എന്നെ സംരക്ഷിച്ചപ്പോഴും പേരിനൊരു ഓത്തുപള്ളിയിൽ എന്നെ കൊണ്ടുപോയാക്കിയിട്ടില്ല, എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണ് ഞാൻ ഉമ്മിയായി വളരണം. ഇതുകൊണ്ടാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മിയത്ത് നമുക്ക് മാനക്കേടാണ്. നിരക്ഷരനാവുക എന്നുള്ളത് നമ്മക്കൊക്കെ മാനക്കേടാണ്, അല്ലെ? വഷളത്തരല്ലേ, അക്ഷരാഭ്യാസം ഇല്ലാതിരിക്കുക എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന് ഉമ്മിയാവുക എന്നുള്ളത് ഷറഫുൻ, മുത്തുനബിക്ക് മഹത്താണ്. എങ്ങനെയാ മഹത്താകുന്നത്? സ്കൂളിന്റെ പടി കാണാത്ത ഒരാള്, നമ്മളെ കൂട്ടത്തിലുള്ളവർക്ക് നിരക്ഷരത മാനക്കേടായത് എന്തുകൊണ്ടാ? എഴുത്തും വായനയും അറിയാഞ്ഞാൽ എല്ലായിടത്തും വഷളാവും. അതുകൊണ്ടാണ്. വിവരം ഉണ്ടാവൂല നിരക്ഷരനായാൽ. അപ്പോൾ ജനങ്ങളുടെ ഇടയിലൊക്കെ വഷളാകും. പക്ഷേ ഒരാള് തീരെ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല, ഓത്തുപള്ളിയിൽ പോയിട്ടില്ല, ABCD പോലും അറിയാത്ത ഒരാള് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി എന്ന് കേട്ടാൽ, VC ആണോലോ എന്ന് കേട്ടാൽ ഒന്ന് അന്തം വിടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയാണ് ഇയാൾ ഒപ്പിച്ചെടുത്തതെന്നല്ലേ പറയാ? അതാണ് അള്ളാഹുവിന്റെ റസൂലിലുള്ള അത്ഭുതം. തികഞ്ഞ ഉമ്മിയാണ്. പക്ഷേ ലോകത്ത് ഏതെല്ലാം എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ടോ അവർക്കൊന്നും മുത്തുനബിയുടെ അറിവില്ല. മുത്തുനബി അവരുടെ ഒക്കെ അപ്പുറത്തേക്ക് വിദ്യാഭ്യസിച്ചിരിക്കുന്നു. പഠിച്ചിട്ട് പഠിഞ്ഞതല്ല, ഇവിടെയാ വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് വാരിക്കോരി കൊടുത്തു. അങ്ങനെയാണ്. അപ്പൊ അതാ അള്ളാഹുവിന്റെ റസൂൽ ഈ പറഞ്ഞത്. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഓതിത്തരാൻ കഴിയൂലായിരുന്നു. എന്റെ നാവിലൂടെ ഇത് നിങ്ങൾ കേൾക്കണ്ടെന്നാണ് പടച്ചോൻ ഉദ്ദേശിച്ചെങ്കിൽ മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആൻ എനിക്ക് മാത്രം കൂടുതൽ അറിയുമായിരുന്നില്ല. നിങ്ങൾ എന്തിനെന്നെ സംശയിക്കണം? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി, ഞാൻ നിങ്ങളിൽ ജീവിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. ഉംറൻ, ഒരു നീണ്ട കാലം. 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഒരു പച്ചയായ മനുഷ്യനായി ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ട് തമാശക്ക് പോലും ഒരു കളവ് പറയുന്നത് നിങ്ങൾക്ക് എന്റെ പേരില് ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കളവ്, ഒരു ചതി, ഒരക്രമം എന്റെ പേരിൽ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത്? മറുപടി പറയണം. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി, ഞാൻ ഇന്നലെ മിനിയാന്ന് ആകാശത്ത് നിന്ന് നൂലിലിങ് ഇറങ്ങി വന്ന ആളല്ല. ആമിനുമ്മ പെറ്റിട്ടു, മക്കത്ത് പ്രസവിച്ചു, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ വളർന്നു. അസാധാരണ കഴിവുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ. അതിലപ്പുറം ശുദ്ധമായ ജീവിതം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മോൾ, ഒരു കറുത്ത പുള്ളി എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തിന്റെ പേരിലാ നിങ്ങൾ എന്നെ സംശയിക്കുന്നത്? ഇത്രയും പരിശുദ്ധിയോടുകൂടെ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള സ്വഭാവവും എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥിതിക്ക് എന്തിന് നിങ്ങൾ എന്നെ സംശയിക്കണം? ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ? അഫലാ തഅഖിലൂൻ, അല്ല നിങ്ങളുടെ തലക്ക് വെളിവില്ലയോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? നിങ്ങളുടെ ചിന്താശേഷിക്ക് എന്തു പറ്റിപ്പോയി? നബിയെ, തങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും അള്ളാഹു അവതരിപ്പിക്കുന്നത് ഖുർആൻ സത്യമാണെന്നതിന്റെ തെളിവ്
ഞാൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്നതിന്റെ തെളിവ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സത്യമാണെന്നതിന്റെ തെളിവ് ഞാനാകുന്ന തുറന്ന പുസ്തകമാണ്. എന്റെ ജീവിതമാകുന്ന തുറന്ന പുസ്തകമാണ്. ഞാനാണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രമാണം. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ജീവിതം സത്യസന്ധമായ ജീവിതം അതാണ് കേട്ടോ. തൗഹീദിന്റെ ഒന്നാമത്തെ പ്രമാണമതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിന് സൂറത്തു തൗഹീദ് എന്നൊരു പേരുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തഫ്രീദ്, സൂറത്തു തൗഹീദ് എന്നൊക്കെ പേരുണ്ട് ഇതിന്. ഒരു പേര് സൂറത്തു തൗഹീദ് എന്നാ. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ഒരു സൂറത്താണ്. ആ സൂറത്ത് മുഴുവനും തൗഹീദാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ, ആ സൂറത്ത് മുഴുവനും തൗഹീദാണ്. ഹുവല്ലാഹു അഹദ്, വസ്തുത അല്ലാഹു ഒരുവനാകുന്നു, തൗഹീദല്ലേ. അല്ലാഹു സമദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവൻ ഒരാളെയും ആശ്രയിക്കില്ല, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന, ഒരാളെയും ആശ്രയിക്കാത്ത പരിശുദ്ധദാത്താണ് അല്ലാഹു. അല്ലാഹു സമദ് ലം യലിദ്, അല്ലാഹുക്ക് മക്കളില്ലേ. വലം യൂലദ്, അല്ലാഹുക്ക് മാതാപിതാക്കളില്ല, ഉമ്മല്ല വാപ്പല്ല മക്കളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എന്തിനധികം അല്ലാഹുവിന് ഒരു മോഡൽ അവതരിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നും അവനെ പോലെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതൊക്കെ തൗഹീദാണ്, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷേ അതിലൊന്ന് തൗഹീദല്ല. അത് പറയാനാ ഞാൻ പറഞ്ഞത്. ഒന്ന് തൗഹീദല്ല. ഖുൽ എന്ന വാക്ക് തൗഹീദല്ല. ആ സൂറത്ത് തുടങ്ങിയത് എന്തുകൊണ്ടാ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദു അല്ലാഹു സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആദ്യാന്ത്യം ആ സൂറത്ത് മൊത്തം തൗഹീദാ. പക്ഷേ ഖുൽ എന്ന വാക്ക് തൗഹീദല്ല, അത് റിസാലത്താ. എന്താ മുത്തുനബിയോട് പറഞ്ഞത്? നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, അത് റിസാലത്താ, അത് തൗഹീദല്ല. പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? അതാണ് തൗഹീദ്. തൗഹീദിന്റെ മുദ്രാവാക്യം തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരാള് അടച്ചിട്ട റൂമിൽ ഒറ്റയ്ക്കിരുന്നു. ആര്? നമ്മളെപ്പോലത്തെ ഒരാളല്ല എന്ന് കൂട്ടിക്കോ. കുറച്ച് ബുദ്ധിശേഷിയുള്ള ഒരാളാണ്, ഒരു ബുദ്ധിജീവി. ആരെയാ ഉദാഹരണത്തിന് പറയേണ്ട? ഐൻസ്റ്റീനെ എടുക്കാം. ഒരു സയന്റിസ്റ്റ് ആണല്ലോ, അറിയാം. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് വേണ്ടേ? അയാൾക്ക് ഉത്തരം കിട്ടി, വേണം. അതൊന്നിലധികം ഉണ്ടാകാൻ പറ്റുമോ? പറ്റൂല, കുഴപ്പമാണ്. അപ്പൊ ഒന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് കണ്ടെത്താനും ആ സൃഷ്ടാവ് ഏകനാണെന്ന് കണ്ടെത്താനും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വേണമെന്നുണ്ടോ? ചിന്തിച്ചാലും മനസ്സിലാകും. ബുദ്ധിയുള്ള ഒരാള് ഇരുന്ന് ആലോചിച്ചാലും കിട്ടും. അപ്പൊ അടച്ചിട്ട ഒരു റൂമിലിരുന്ന് ഒരു ബുദ്ധിജീവി ചിന്തിച്ചിട്ട് അവന് ബോധ്യപ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല. അപ്പൊ ഇയാള് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി ഇഖ്ലാസോടെ അങ്ങോട്ട് പറഞ്ഞു, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്ര മാത്രം. എന്റെ ചോദ്യം, ഇയാള് മുസ്ലിം ആകുവോന്നാ? ഇയാള് മുസ്ലിം ആകുവോ? ആകൂല. ഇയാള് മുസ്ലിം അല്ല. എന്തേ പ്രശ്നം? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നും കൂടി അങ്ങ് പറയണം. അതിന്റെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു, അല്ലാഹനല്ലാതെ ആരെയും ആരാധിക്കാൻ പറ്റൂല യഥാർത്ഥത്തില്. അത് ശരി. പിന്നെന്താ? ആ സത്യം എന്നോട് വിളിച്ചു പറയാൻ അല്ലാഹു അവന്റെയും ആ സന്ദേശത്തിന്റെയും ഇടയിൽ മധ്യവർത്തിയാക്കി വെച്ചയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതും കൂടെ അങ്ങോട്ട് വിശ്വസിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തന്നു. അത് കേട്ടിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തൗഹീദിന്റെ ഒന്നാമത്തെ പ്രമാണം ഏതാണ്? മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല ഫഹ്മ് നൽകട്ടെ. അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ചിന്താശേഷി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ കൊണ്ട് തുടങ്ങാൻ കാരണം ഇതാണ്, റിസാലത്തില്ലാതെ തൗഹീദില്ല. ചിലർക്കോ പേടിയാ, മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന് അവർ നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ബാങ്ക് കൊടുക്കുമ്പോഴും പറയും, ഇഖാമത്ത് കൊടുക്കുമ്പോഴും പറയും, ഷഹാദത്തുൽ ചെല്ലുമ്പോഴും പറയും. അവിടെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഒക്കെ കൂടാതെ കഴിയൂല എന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് നബി തങ്ങളുടെ പേര് പറയാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അത്ര ഇഷ്ടമല്ല. മറിച്ച് അവരുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണ്? അവർക്കൊരൊറ്റ ആശയമുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കളങ്കം പറ്റുമോ മുഹമ്മദ് റസൂലുള്ളാഹി ഒപ്പം വന്നാ ചിന്തിക്കുക. ഇങ്ങനെയുള്ള അന്ധല്ലാത്തൊരു കൗമുണ്ട്. ഖുർആന്റെ ഹദീസിന്റെയും അപ്പുറത്തേക്ക് ആലോചിക്കുന്ന, തുമ്മിയാ തെറിക്കുന്ന മൂക്ക്, അതാണ് അവരുടെ തൗഹീദ്. അവർക്ക് ഷെയ്ഖ് തൗഹീദ് തിരിഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. വെപ്പ് മൂക്കാണെങ്കിൽ തുമ്മിയാ തെറിക്കും. സാക്ഷാൽ മൂക്കുള്ളവർക്ക് തുമ്മിയാ തെറിക്കാതിരിക്കുള്ളൂ. വിഷയം ഗൗരവത്തോടെ കാണണം. ചെറുതല്ല ഈ പറയുന്ന കാര്യം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ വിശ്വസിക്കും പോലെ അതിനോട് സമം ചേർത്ത് മഖ്ലൂക്കുകളുടെ കൂട്ടത്തില് അല്ലാഹ് സ്രഷ്ടാവാണ്, ഖാലിഖാണ്. അത് കഴിഞ്ഞാൽ മഖ്ലൂക്കുകളുടെ കൂട്ടത്തില് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കക്കാരനായിട്ട് നൂറുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് വിശ്വസിക്കുന്നത് എപ്പോഴാണ്? അവിടെ നമുക്ക് നന്നാകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു പേടിയില്ലാതെ അന്ന് അഹ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അദ്ദേഹത്തെ ആക്ഷേപിച്ചു ആളുകൾ. അഹ്മദ് റസാ ഖാൻ ഇങ്ങനെ റസൂലുള്ളാഹിനോടുള്ള മഹബത്തും മുത്തുനബിയുടെ മദ്ഹും പറഞ്ഞ് പറഞ്ഞ് അഹ്മദ് റസാ ഖാൻ പടച്ചോനെ മറന്നുപോയിരിക്കുന്നു, ശത്രുക്കൾ പറഞ്ഞു. അത് ഇന്നും നമ്മളെ ഇടയിൽ ചില ആളുകൾ പറയണാണ്. ഒരു 4 മദ്ഹ് പറഞ്ഞേക്കുമ്പോഴേക്കും ഇവര് പടച്ചോനെ മറന്നു കൂട്ടൊക്കോലത്തിലാണെങ്കിൽ അറിയാം. അങ്ങനെ അഹ്മദ് റസാ ഖാനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് പൊതുവേദിയിൽ അതിന് മറുപടി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ആരോ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത് കൊണ്ട് മുത്തുനബിയുടെ മഹബത്തിനെ കുറിച്ച് മാത്രം പാടുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അഹ്മദ് റസാ ഖാൻ അള്ളാനെ മറന്നിരിക്കുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ വിമർശകരോട് ഞാൻ പറയട്ടെ. അന്ന് അഹ്മദ് റസാ ഖാൻ പറഞ്ഞതാണ്, അഗർ തും മേരാ ദിൽ ദോ ടുക്ഡേ കരോ തോ, നിങ്ങൾ എന്റെ ഹൃദയം 2 കഷ്ണമാക്കുകയാണെങ്കിൽ, എന്റെ നെഞ്ച് വെട്ടിപ്പൊളിച്ച് ഹൃദയം എടുക്കുക, എന്നിട്ട് പകുതി അങ്ങോട്ട് കഷ്ണിക്കുക, ആഫുആയിട്ട് കഷ്ണിക്കുക, എങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, അതെന്റെ ഈമാനാണ്. എന്റെ ഹൃദയം നിങ്ങൾ 2 പകുത്തങ്ങ് വെച്ചാൽ ഏക് പർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർ ദൂസരേ പർ മുഹമ്മദുർ റസൂലുള്ളാഹ് ലിഖാ ഹോഗാ. ഒന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മറ്റേ കഷ്ണത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും എഴുതിയിട്ടുണ്ടാവും എന്റെ ഹൃദയത്തിൽ. അത്ര വിശ്വാസമുണ്ട് എനിക്ക്. 2 അത്ര ഈമാനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എത്ര ഉറപ്പുണ്ടോ അതേ ഉറപ്പ് എനിക്ക് ഏതിലുണ്ട്, വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയിലും ഉണ്ട്. എന്നെ കുറ്റപ്പെടുത്തരുത്. തൗഹീദില്ലാതെ, റിസാലത്തില്ലാതെ എന്ത് തൗഹീദാ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഇല്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്ന കിതാബ്, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ പഴയ കാലത്ത് കിതാബ് ഓതാൻ പോയിട്ടുണ്ടാവും. കുറച്ചെങ്കിലും 2-3 കൊല്ലമൊക്കെ കിതാബ് ഓതാൻ പോയിട്ടുണ്ടാവും. അന്ന് ഫത്ഹുൽ മുഈൻ ഓതിയിട്ടുണ്ടാകും. ആ ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയുന്ന ഒരു വരിയുണ്ട്. എന്താണത് എന്നറിയോ? അവ്വലു വാജിബിൻ വ അവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. തൊൽമയിലുള്ള വരിയാണത്. അവ്വലു വാജിബിൻ അലൽ ആബാ വ അവ്വലു വാജിബിൻ അലൽ ആബാ, മാതാപിതാക്കൾക്ക് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് തഅലീമുഹു, തമ്മീസെത്തിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വകതിരിവെത്തിയ കുട്ടിക്ക് ഒരു മാതാവും പിതാവും കാര്യം പറഞ്ഞാൽ തിരിയണ ഒരു പ്രായം എത്തിയാൽ സ്വന്തമായിട്ട് കാഷ്ടിച്ചതും മൂത്രിച്ചതും ഒക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു വകതിരിവിന്റെ കാലം. ഏത്? കാഷ്ടിച്ചത് എടുത്ത് ഉമ്മ നോക്കിയില്ലെങ്കിൽ എടുത്ത് വായിലേക്ക് ഇടുന്ന കുട്ടിയല്ലാന്നർത്ഥം. വകതിരിവുള്ള കുട്ടിയാണ്. അത് സ്വന്തമായിട്ട് വൃത്തിയാക്കാനൊക്കെ കഴിയുന്ന, സ്വന്തം ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയുന്ന ഒരു പ്രായം, തമ്മീസെത്തിയ കുട്ടി.
ആ കുട്ടിക്ക് മാതാപിതാക്കൾ ആദ്യമായി പഠിപ്പിക്കേണ്ട ബാധ്യത. അവിടെ ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ ഈ ആയത്തിൽ എഴുതുന്നത് കാണാം, ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കരിക്കണം മോനെ എന്ന് പറയുന്നതിന്റെ മുമ്പ്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ അതിന്റെയും മുമ്പ് മാതാപിതാക്കൾക്ക് നിർബന്ധമുള്ളത് തഅലീമുഹു, ആ തമ്മീസത്തിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക വേണ്ടത്. നിസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ്, നിസ്കരിക്കണം മോനെ എന്ന് കൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇസ ബിമക്ക, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും വളർന്നതും നബിയായതും മക്കയിലാണ്. വദുഫിന ബിൽ മദീന, വഫാത്തായതും ഖബറടക്കപ്പെട്ടതും ഒക്കെ മദീനയിലാണ്. ഇതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മക്ക മദീന എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംഭവം? അള്ളാഹുവിന്റെ റസൂല് 53 കൊല്ലം വരെ ജീവിച്ചത് എവിടെയാണ്? മക്കയിലാണ്. 40 വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്. പിന്നെ 13 കൊല്ലാണ് മക്കത്ത് നിന്നത്. അപ്പൊ 53-53ലാണ് ഇവിടേക്ക് ഹിജറ പോയത്, മദീനയിലേക്ക് ഹിജറ പോയത്. പിന്നെ 10 കൊല്ലം മദീനയിൽ നിന്നു. അപ്പൊ മക്കയുടെയും മദീനയുടെയും ചരിത്രം ഇവരെ പഠിപ്പിക്കണം, ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ആകത്തുക മുത്തു നബിയുടെ ബയോഡാറ്റയാണ് ഒരു കുഞ്ഞിന് മാതാപിതാക്കൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. ഒരു മുഖ്തസർ ബയോഡാറ്റ, മുത്തുനബിയെ പറ്റി, എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ആരാ നബി തങ്ങളുടെ ഉമ്മ, ആരാ നബി തങ്ങളുടെ വല്ലിപ്പ, അല്ലെ? 20 ഉപ്പാപ്പമാരുടെ പേര് പഠിപ്പിക്കൽ അനിവാര്യല്ലേ? നമ്മൾ മദ്രസയിൽ നിന്ന് ചൊല്ലി പഠിച്ചിട്ടില്ലേ? എനിക്കും ഇങ്ങൾക്കൊക്കെ നമ്മളെ എത്ര വാപ്പാന്റെ പേരറിയാം? ഒരു വാപ്പാന്റെ പേരറിയാം. എന്റെ വാപ്പാന്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. അതെനിക്കറിയാം. എന്റെ വാപ്പാന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അതെനിക്കറിയാം. അവരുടെ വാപ്പാന്റെ പേര് ആലിക്കുട്ടി എന്നാണ്. അതും എനിക്കറിയാം. അതിന്റെ അപ്പുറത്തുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രേ അറിയുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അറിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായാലും ഞാനത് പഠിക്കാൻ മുതിർന്നോളൊന്നുമില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ പഠിച്ചാൽ 1-2 കൂടെയൊക്കെ കിട്ടിയേക്കാൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേര് കേൾക്കാൻ വലിയ സുഖമുള്ള പേരാവില്ല. പിന്നെ എനിക്ക് കേൾക്കാൻ പോകുന്ന പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 20 ഉപ്പാപ്പമാരുടെ പേരാ നമ്മൾ ചൊല്ലി പഠിച്ചു വെച്ചത്. നിങ്ങളെ വാപ്പാന്റെ പേരേ അറിയുള്ളൂ, അല്ലെ വല്യാപ്പാന്റെ പേര്, നേരെ വല്യാപ്പാന്റെ പേരേ അറിയുള്ളൂ. രണ്ടാമത്തെ വല്യാപ്പാന്റെ പേര് പോലും അറിയില്ല, വല്യപ്പാന്റെ വാപ്പാന്റെ പേര് പോലും അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് മുത്തുനബിയുടെ 20 ഉപ്പാപ്പമാരുടെ പേരറിയാം, ഇല്ലേ? മദ്രസയിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ബയോഡാറ്റയാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിലെ ഒന്നാമത്തെ പ്രമാണം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയുടെ ജീവിതം പഠിക്കണം, അത് പഠിപ്പിക്കണം. അതിന് പറ്റുന്ന ഒന്നാം തരം അവസരമാണ് റബീഉൽ അവ്വൽ. 365 ദിവസവും അതിന് പറ്റിയതാണ്. വിശിഷ്യ മുത്തുനബിയുടെ വിലാദത്ത് കൊണ്ട്, അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലെങ്കിലും മുത്തുനബിയുടെ മദ്ഹുകൾ നമ്മൾ കൊട്ടിപ്പാടേണ്ടതില്ലേ? അത് വിളംബരം ചെയ്യേണ്ടതില്ലേ? മുത്തുനബിയുടെ ജീവിതത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു മഹായാഥാർത്ഥ്യം കാണാം. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. നബിയേ, അങ്ങയുടെ ആയുസ് സാക്ഷിയാണ് തങ്ങളെ. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. മനുഷ്യരൊക്കെ, മാലോകർ മുഴുവനും ജീവിത വെപ്രാളത്തിൽ അലയുകയാണ്. ജീവിത വെപ്രാളത്തിൽ അലഞ്ഞു തിരിയുന്ന മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് ഗൈഡൻസ് നൽകുന്നത്, അവർക്ക് ഗൈഡായി വഴികാട്ടിയായി അവരുടെ മുമ്പിലെത്തുന്നത് ലഅംറുക, അങ്ങയുടെ 63 കൊല്ലക്കാലത്തെ ജീവിതം പഠിച്ചാൽ മതി തങ്ങളെ. ഞാൻ പറഞ്ഞതല്ല, പഠിച്ചവൻ പറഞ്ഞതാ. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ജീവിതത്തില്
ജീവിതത്തില് വഴിയറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിത നൗക മുന്നോട്ട് തുഴഞ്ഞപ്പോ കര കാണാ കടലിൽപ്പെട്ട് ഇനി എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ പരിഭ്രമിച്ചോ, അന്തിച്ചു പോയോ? ഏത് വിഷയത്തിലാ? ഭാര്യ ഭർത്തൃ ജീവിതത്തിലാണ്, ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസത്തിൽ അവൻ പെട്ടു. ഇനി എങ്ങനെ അത് കുടുംബ വിഷയത്തിൽ നിങ്ങൾക്ക് വന്ന വെപ്രാളത്തിന് വഴി കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിതമാണ്. ഉറക്ക സ്വലാത്ത് ചൊല്ല് സയ്യിദുനാ റസൂലുള്ളാഹ്. കുടുംബജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ആടിയുലയുന്ന കുടുംബജീവിതം. മുത്തുനബിയുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ അതിന് പരിഹാരമുണ്ട്. മക്കളെ പോറ്റുമ്പം എന്തെങ്കിലും വെപ്രാളത്തിൽ കുടുങ്ങിപ്പോയാൽ ഈ ഒരു പ്രതിസന്ധിയിൽ എൻ്റെ മോനെ ഞാൻ എങ്ങനെയാ കൈകാര്യം ചെയ്യുക? നിങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ലേ? നോക്കൂ, ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് എന്ന ആ ഉപ്പയുടെ ജീവിതം പഠിച്ചോളൂ. ആ ഉപ്പയുടെ ജീവിതത്തിൽ അതിന് മറുപടി ഉണ്ടാകും. ബിസിനസ്സിൽ പൊട്ടിപ്പോയവൻ ഇനി എന്താ ചെയ്യാ എന്ന് കരുതി അന്തിക്കുന്നുണ്ടോ? ഓ ബിസിനസ്സുകാരാ, നിനക്ക് ഏറ്റവും സത്യസന്ധനായ നയതന്ത്രപരമായിട്ട് സമരം നടത്തിയ, യുദ്ധം ചെയ്ത, സമരം നടത്തിയ, കച്ചവടം നടത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ലീഡറില് നിനക്കും മാതൃകയുണ്ട്. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ അവിടെ ഒരു മാതൃക കിട്ടും. 63 കൊല്ലത്തെ ജീവിതം പഠിച്ചാൽ മതി. അത് പഠിക്കാൻ ആർക്കും കഴിയൂല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറയാനും കഴിയൂല, എഴുതാനും കഴിയൂല. ബറക്കത്തിന് കുറച്ചൊക്കെ പറയാം, അത്രേ ഉള്ളൂ. അത് മുഴുവനായി കിട്ടിയ എല്ലാറ്റിനും പരിഹാരമാണ്. 63 കൊല്ലക്കാലത്തെ ആയുസ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, ജീവിതത്തിൽ അന്തം വിടുന്നവർക്കൊക്കെ വഴി കാണിച്ചു കൊടുക്കാൻ അത് യോഗ്യമാണ് എന്ന് പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ ആ 63 കൊല്ലത്തെ ജീവിതം എത്ര പരിശുദ്ധായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡെങ്കിലും എന്റെ പ്രിയപ്പെട്ട മൂമിനത്തെ നീ പഠിച്ചിട്ട് നീ കുഴിയിൽ വീഴൂല, നീ കുഴിയിൽ ചെന്ന് വീഴൂല. കാരണം മുത്തുനബി ഒരു കുഴിയിലും വീണിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയാ. തെറ്റുപറ്റാത്ത സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. അപ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. ലീഡർഷിപ്പിൽ അന്തം വിട്ടുപോയ ലീഡർ, നിങ്ങളൊരു സംഘടനയുടെ സെക്രട്ടറിയായി, പ്രസിഡന്റായി, സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായി, പ്രസിഡന്റായി ഒരു പ്രശ്നം വന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയുന്നില്ലേ? നോക്കിക്കോളൂ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അതിന് ഉത്തരം ഉണ്ടാവും. ലീഡർഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് എന്തിനും അവിടെ മറുപടിയുണ്ട്. അതാണ് ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅ്മഹൂൻ. 63 കൊല്ലം എത്ര ബറക്കത്താക്കപ്പെട്ട വർഷങ്ങളാണ്. ആ ജീവിതത്തിന്റെ ബറക്കത്ത് എത്രയുണ്ട്. അനുഗ്രഹീതമായ പ്രായമല്ലേ അള്ളാഹു പിടിച്ചാ സത്യം ചെയ്തത്. ഒരു സെക്കൻഡ് പോലും 63 വയസ്സിൽ മലിനമാകാൻ പാടില്ല. മാത്രമല്ല ആ 63 1000 തോൽപ്പിക്കുന്ന 63 1000 ചില്ലാനം വർഷങ്ങളെ തോൽപ്പിക്കുന്ന 63 1000 ചില്ലാനം വർഷമാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം ജീവിച്ചത്. ആ നൂഹ് നബിക്ക് ഒരു പ്രതിസന്ധി വന്നപ്പം എന്താ ചരിത്രത്തിന്റെ താരീഖിന്റെ കിതാബുകളിൽ കാണുന്നത്? നൂഹ് നബി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പം വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം. നമ്മളെ മൗലിദിന്റെ കിതാബിലുണ്ട് അല്ലേ? മൗലിദിന്റെ കിതാബിലുണ്ട് വസ്തഗാസ ബിഹി നൂഹ്. നബിതങ്ങളോട് 1000 ചില്ലാനം വർഷം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? മുത്തുനബിയോടാണ് അവിടെ ഇസ്തിഗാസ നടത്തിയത്. 1000 കൊല്ലം ജീവിച്ച ആദം നബി അലൈഹിസ്സലാം ഒരു ചെറിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പം തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദമും തവസ്സുലാക്കിയിരിക്കുന്നു. പിന്നെ ആർക്കാണ് ആ ജീവിതത്തിൽ ഇനി മാതൃകയില്ലാതിരിക്കുക? പക്ഷെ അതിനെന്തു വേണം? ആ ജീവിതത്തിലെ 63 കൊല്ലവും പരിശുദ്ധമായിരിക്കണം.
ഒരു സെക്കൻഡ് പോലും ഇരുണ്ട സമയമുണ്ടാകരുത്, വെളിച്ചമില്ലാത്ത നേരമുണ്ടാകരുത്. ഇല്ല ഇല്ല, ഒരു സെക്കൻഡ് സമയം പോലും മുത്തുനബിയുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു അരുതായ്മ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, ആലോചിച്ചിട്ടില്ല. ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. എന്താ ഇത്ര ധൈര്യം? ഇതിപ്പോ എനിക്ക് മാത്രമല്ല, എന്റെ മുൻപിൽ ഇരിക്കണങ്ങൾക്കൊക്കെ ധൈര്യം അത് പറയാൻ. പക്ഷെ എന്തേ നമുക്ക് ഇത്ര ധൈര്യം? അല്ലാത്ത ഒരാളുടെ ജീവിതം ഇങ്ങനെ മാതൃകയാക്കാൻ പറ്റൂല. എവിടെയെങ്കിലും ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം പഠിച്ചു കോപ്പിയടിച്ചോ എന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹു എത്ര ധൈര്യത്തിലാ പറഞ്ഞത്. ഈ മുത്തുനബി എന്തു ചെയ്താലും വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. ഈ മുത്തുനബി നിങ്ങളോട് ഓക്കേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാ, നോ എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യരുത്. അങ്ങനെ ഒരാളെ പറ്റി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 100% അയാൾ ആരായിരിക്കണം? പരിശുദ്ധനായിരിക്കണം. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി പരിശുദ്ധനാണ്, 100% പരിശുദ്ധനാണ്. എവിടെയും ഒരു കുഴപ്പമില്ല. ആ ജീവിതത്തിന്റെ വിശുദ്ധി അറിയാൻ ഞാൻ മുത്തുനബിയുടെ ഒരു കൊല്ലക്കാലത്തെ കഥ പറയുന്നില്ല, എൻ്റെ ഒന്നും ആവശ്യമില്ല. നുബുവത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു 4 ദിവസത്തെ കഥ പറഞ്ഞു തന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശുദ്ധാണെന്ന് തെളിയും, അത് ധന്യമാണെന്ന് തെളിയും. ഞാൻ അങ്ങോട്ടൊന്നല്ല പോകുന്നത്. നുബുവത്ത് കിട്ടിയത് എപ്പോഴാണ്? 40 വയസ്സിന്റെ ശേഷമല്ലേ? പക്വമായ പ്രായം വന്നു, ഖുർആൻ ഇറങ്ങി, നുബുവത്ത് കിട്ടി. അതിൻ്റെയൊക്കെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റു പറ്റൂല എന്ന് പറഞ്ഞതിൽ വലിയ കഥയൊന്നുമില്ല. നമ്മൾ അതല്ല പറയുന്നത്. നുബുവത്തിന്റെ മുമ്പുള്ള 40 കൊല്ലം ഉണ്ടല്ലോ, അതൊന്ന് പഠിച്ചു നോക്കൂ. ആരാണ് മുത്തുനബി? ഒരു കുഴപ്പം എവിടെയില്ല. ഉണ്ടെങ്കിൽ ഖുർആനിൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റൂല. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. നിങ്ങളെ ദഅവത്തിന്റെ കാലന്നേ പറയാൻ പറ്റുള്ളൂ, നുബുവത്തിന്റെ കാലന്നേ പറയാൻ പറ്റുള്ളൂ. തങ്ങളുടെ ആയുസ് സാക്ഷിയാണെന്ന് പറയണമെങ്കിൽ ഒരു സെക്കൻഡ് പോലും മലിനമാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തില് ലഅംറുക. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം ചെയ്യാം. മുത്തുനബിയുടെ 1ാമത്തെ വയസ്സിലെ ഒരു 2 മിനിറ്റ് നേരം നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ചിത്രം പറഞ്ഞുതരാം. മുത്തുനബിക്ക് 1ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ മാസങ്ങളെ പ്രായമുള്ളൂ. ഹലീമ ബീവിന്റെ അടുത്ത് പാല് കുടിക്കുന്ന കാലാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ ഹലീമ ബീവി പറഞ്ഞു, ഈ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു കടന്നതോടുകൂടെ ഞങ്ങളുടെ ചുറ്റുപാടുകൾ തന്നെ മാറി. ഫലം കായ്ക്കാത്ത മരങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മെലിഞ്ഞൊട്ടിയ ആടുകളും ഒട്ടകങ്ങളും പുഷ്ടിപ്പെട്ടു. അവ ഇഷ്ടം പോലെ പാല് ചുരത്തിത്തരാൻ തുടങ്ങി. ഞങ്ങളുടെ ആ വാദി ഹലീമ, ഹലീമ ബീവിയുടെ ആ ഏരിയക്ക് ഇപ്പോഴും തായിഫിൽ വാദി ഹലീമ എന്നാ പറയാ. റസൂലുള്ള ചെറുപ്പത്തിൽ പാല് കുടിച്ച്, ഹലീമ ബീവിന്റെ അടുത്ത് പാല് കുടിച്ച് വളരുന്ന ആ കാലത്ത് ജീവിച്ച സ്ഥലം ഇപ്പോഴും വാദി ഹലീമ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ചില സമയത്ത് മംനു ആയിരിക്കും അങ്ങോട്ടുള്ള സന്ദർശനം, ചിലപ്പോഴൊക്കെ തുറക്കപ്പെടാറുണ്ട്. നിങ്ങൾ പോയിടോന്നറിയില്ല, ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വാദി ഹലീമ പോയി കാണേണ്ട സ്ഥലമാണ്. ആ സ്ഥലം മൊത്തം മാറി മുത്തുനബിയുടെ സാന്നിധ്യം കൊണ്ട്. മുത്തുനബിയാണ് വന്നിറങ്ങിയതോടുകൂടിയാണ് ബർക്കത്തായി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു, എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായി പിറന്ന കുഞ്ഞിനോടില്ലാത്ത സ്നേഹം ഈ വളർത്തുപുത്രനോടുണ്ടായിരുന്നു. ബീവി ഹലീമ റളിയല്ലാഹു അൻഹാ. ഈ പ്രഭാഷണത്തിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ലാഭം, ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ലാഭം ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണു, റളിയല്ലാഹു അൻഹു എന്ന് പറയണു, റളിയല്ലാഹു അൻഹാ എന്ന് പറയണു ഒക്കെയാണ്. അതെല്ലാവരും ഒന്ന് വേണ്ടിയിട്ട് ചൊല്ലണം. ബീവി ഹലീമ റളിയല്ലാഹു അൻഹാ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ അടുത്ത് പാല് കുടിച്ച് വളരുന്ന ആ കാലത്ത്, അപ്പോൾ ഒരു വയസ്സനായിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വലതുഭാഗത്തുള്ള മുലയിലെ പാല് ഞാൻ കൊടുക്കല് ഈ മോന, എൻ്റെ സ്വന്തം മോനെ ഞാൻ കൊടുക്കുന്നത്. അത് അമ്രത്താണോ അല്ലേന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഹലീമ ബീവിന്റെ മകൻ, ഒപ്പം പാല് കുടിക്കുന്ന പാൽ കൂട്ടുകാരൻ, ആ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നത് ഇടതുഭാഗത്തുള്ള പാലുമായിരുന്നു എന്നാ പറഞ്ഞത്. ഇടതുഭാഗത്തുള്ള സ്ഥലത്തിലെ പാലുമാണ് ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്.
ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ കുഞ്ഞുമോനെ, ഇതെപ്പോഴാ ഹലീമ ബീവി പറയുന്ന പറയാ, അന്ന് പറഞ്ഞതല്ല. റസൂലുള്ള വളർന്ന് വലുതായി നുബുവത്ത് കിട്ടി മദീനത്തേക്ക് പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിൽക്കാലത്ത് മദീനയിലെത്തിയപ്പോ ഹലീമ ബീവി വരുന്നു, വിശ്വസിക്കുന്നു. അതിന്റെ ശേഷം പറഞ്ഞതാ, ഈ കുട്ടി ചെറുപ്പത്തിലെ വലിയ അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, അന്ന് വലത്തെ മുലയിലെ പാല് ഞാൻ ആ കുഞ്ഞിന് കൊടുത്തു, കുട്ടി മുഴുവൻ കുടിച്ചു. ഇനിയും കുട്ടിക്ക് പാല് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്റെ കുഞ്ഞ് കിടന്നുറങ്ങണം, അവൻ ഉണരുമ്പോഴേക്ക് ഇനിയും പാലുണ്ടായിക്കൊള്ളും എന്ന് കരുതി ഞാൻ ഫഹവ്വൽതുഹു ഇലൽ ഐസർ, ഇടതുഭാഗത്തേക്ക് ഞാൻ ആ കുഞ്ഞിനെ തിരിച്ചു കിടത്തി. ഈ ഭാഗത്തുള്ള പാല് കൊടുത്തപ്പോ പിന്നെ ഈ ഭാഗത്തേക്ക് കുഞ്ഞിനെ ഇങ്ങോട്ട് തിരിച്ചു കിടത്തി. എന്നിട്ട് ഇടതുഭാഗത്തുള്ള ബീവി ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ഇടതുഭാഗത്തുള്ള മുലക്കണ്ണ് ഈ കുഞ്ഞിന്റെ തിരുവായില് ഞാൻ തിരുകിക്കൊടുത്തപ്പം ആ കുട്ടി അത് കുടിക്കാതെ വിസമ്മതിച്ചു. ആ മുലക്കണ്ണ് മുഴിഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് കിടന്നു മടിന്ന്. എന്താ കാരണം? എന്താ തിരിഞ്ഞടക്കാൻ കാരണം? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഖാലൽ ഉലമാ, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ലിഅന്നഹു ഖദ് അലിമ അന്ന ലഹു ശരീകൻ ഫിർ റളാ, കാരണം ഈ കുട്ടി അന്ന് തിരിച്ചറിഞ്ഞു. ഈ കുട്ടി എന്താ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? അന്ന് ഈ കുട്ടി തിരിച്ചറിഞ്ഞു, അന്ന ലഹു ശരീകൻ ഫിർ റളാ, ഈ കുഞ്ഞിന്, ഈ ഉമ്മയുടെ പാല് കുടിക്കാൻ ഈ കുഞ്ഞ് ഞാൻ ഒറ്റക്കല്ല എന്ന് ഈ കുട്ടിക്ക് തിരിച്ചറിവുണ്ട്. എന്റെ കൂടെ ഈ ഉമ്മയുടെ പാല് കുടിക്കാൻ മറ്റൊരു പാർട്ട്ണറും കൂടെ ഉണ്ട് എന്ന് ഒന്നാമത്തെ വയസ്സിൽ തിരിച്ചറിഞ്ഞ നീതിമാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് ആ കാലം എന്നറിയോ? അന്ന് പാലല്ല ആസിഡ് കൊടുത്താൽ കുടിച്ചും കുട്ടി, അല്ലേ? ഉമ്മ കൊടുത്താല് വിഷം കൊടുത്താൽ കുടിക്കൂലേ? വിഷം കൊടുത്താൽ ഉമ്മ കൊടുത്താൽ കുട്ടികൾ കുടിക്കൂലേ? ആ കാലത്ത് ഉമ്മ നല്ല ആര് കൊടുത്താലും കുടിക്കും. ആ കാലത്താണ് ലമ്രത്തിന്റെ പാല് കുടിക്കാതിരുന്നത്. എന്താ കാരണം എന്നറിയോ? അത് ഞാൻ കുടിച്ചൂടാ, അത് എന്റേതല്ല, അതെനിക്ക് അവകാശപ്പെട്ടതല്ല, അത് ഞാൻ കുടിക്കുക എന്ന് പറഞ്ഞാൽ ആരാന്റെ ഹക്കിൽ കൈയിട്ടു വാരലാണ് എന്ന് ഒന്നാമത്തെ വയസ്സിൽ തിരിച്ചറിവുണ്ടെങ്കിൽ, ഉണ്ടായിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹിക്കെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12ഓ 14ഓ വയസ്സിൽ വലിയ വിവേകവും തന്റെ ഇടവും കാണിച്ച ഇബ്രാഹിം നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ആതൈനാ ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം നൽകി റുഷ്ദഹു, തന്റെ ഇടവും വിവേകവും നൽകി, മിൻ ഖബ്ലു, അതിന്റെ മുമ്പ് തന്നെ. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് വിവേകവും തന്റെ ഇടവും മുളക്കുന്നതിന്റെ മുമ്പ് ഇബ്രാഹിം നബിക്ക് ഏത് കൊടുത്തു? വിവേകം കൊടുത്തു. അത് 12ഓ 14ഓ വയസ്സിൽ കാണിച്ച വിവേകത്തെ പറ്റിയാണ് ഇബ്രാഹിം നബിയുടെ പ്രശ്നം. അതായത് ആ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തച്ചുടച്ചു ഒന്നിന്റെ കഴുത്തിൽ കൊടാലി തൂക്കിയ സംഭവം അറിയാം. ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞു, ഈ കുട്ടി സാധാരണ ഒരാൾക്ക് പക്വത വരുന്നതിന്റെ മുമ്പ് ഇബ്രാഹിം നബിക്ക് നാം പക്വത കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറയാ, ആ അർത്ഥത്തിലാണെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിന്റെ പേരിൽ റഷീദ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ഔ കാന മുഅ്ജിസു യൂസുഫിൻ ബിഖമീസിഹി എന്ന് പറഞ്ഞ ആ വരിയുടെ തൊട്ടു പിറകിലുള്ള വരി, ഔ കാന ഇബ്രാഹീമു ഉഅ്തിയ റുഷ്ദഹു തല്ലാഹി ദൽ മൗലൂദു മിൻഹു അർഷദു യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി സിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. 12ആം വയസ്സിലും 14ആം വയസ്സിലും ഒക്കെ തന്റെ ഇടം കാണിച്ചതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പക്വത വരുന്നതിന്റെ മുമ്പ് നാം പക്വത കൊടുത്തു എന്ന് അള്ളാഹു ആഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔകാന ഇബ്രാഹിം ഉഅ്തിയ റുഷ്ദഹു, അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്ക് വിവേകം നൽകി എന്നതാണ് ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്തെങ്കിൽ, അള്ളാഹു ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയാണ്, എന്ത്? തല്ലാഹി ദൽ മൗലൂദു മിൻഹു അർഷദു, അല്ലാഹു ആണേ സത്യം, ഈ പിഞ്ചു കുഞ്ഞ്, ഈ പിഞ്ചുകുട്ടി, ഈ കുഞ്ഞോമന മുഹമ്മദുർ റസൂലുള്ളാഹി അർഷദു, അതിലേറെ വലിയ വിവേകമുള്ള ആളാണ്, അതിലേറെ വലിയ തന്റെ ഇടാട്ടോ. കാരണം 1ആം വയസ്സിലായി തന്റെ ഇടം കാണിക്കുന്നത്. ഈ ബാല്യകാല ചാബല്യത്തിൽ പെടാത്തോൽ ആരാ ഉള്ളത്?
ഞാൻ ഇപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്നു. കേരളത്തിന്റെ അകത്തും പുറത്തും ഒക്കെ ഞാൻ ഖുർആൻ പ്രഭാഷണം നടത്താറുണ്ട്. ഞാൻ ഖുർആൻ പ്രഭാഷണം നടത്തുമ്പം നിങ്ങൾക്ക് എന്നെ പറ്റി ഒരുപക്ഷെ നല്ല മതിപ്പ് വന്നേക്കാം, എന്റെ പ്രഭാഷണം കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ വലിയ നീതിബോധം ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ ധാർമ്മികതയെ പറ്റി പ്രസംഗിക്കുകയാണെങ്കിൽ എന്റെ ഒപ്പം പഠിച്ചവർക്ക് എന്നെ ഗണ്ണിക്കാൻ കഴിയും അല്ലേ? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ ഒപ്പം പഠിച്ച എന്റെ കൂട്ടുകാരൻ പുറത്തൊക്കെ ഇരുന്നവന് ഞാൻ ഇവിടെ വയലു പറയുമ്പോൾ ഇതിന്റെ മുമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എന്റെ മുണ്ടമ്പ്രയിലുണ്ട്. എന്റെ ഗ്രാമമായ മുണ്ടമ്പ്രയിൽ ഇപ്പോഴും എന്റെ കൂടെ പഠിച്ച 19ഓളം പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. എന്റെ കൂട്ടുകാർ മരിച്ചുപോയവരും മരിക്കാത്തവരും ഒക്കെ ഉണ്ട്. കൂടുതലും മരിക്കാത്തവർ തന്നെയാണല്ലോ. അപ്പൊ അവരവിടെ ഉണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പം എന്റെ നാട്ടിൽ എല്ലാ കൊല്ലവും ഞാൻ 5 ദിവസത്തെ വയലു പറയും. ഞാൻ വയലു പറയുമ്പോൾ സദസ്സിന്റെ മൂലയിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, നീ അത്ര വലിയ ധാർമ്മികതയൊന്നും പ്രസംഗിക്കേണ്ട കേട്ടോ. കാരണം എന്താ? അത്ര വലിയ ധാർമ്മികതയൊന്നും പ്രസംഗിക്കാൻ നിനക്ക് അധികാരമില്ല. ചെറുപ്പത്തില് എന്റെ പാത്രത്തിലെ കൂട്ടാൻ നീ മോഷ്ടിച്ചിട്ടുണ്ട് എന്നോട് പറയാൻ വകുപ്പുണ്ടാവും. എന്റെ മാമ്പഴം നീ കട്ടു തിന്നിട്ടുണ്ട്. എന്റെ പെൻസിൽ നീ മോഷ്ടിച്ചിട്ടുണ്ട്. എന്റെ പേന, എന്റെ പോക്കറ്റിലെ മിഠായി നീ തട്ടിപ്പറിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ വകുപ്പുണ്ടാവൂലേ? ഉണ്ടാവും, ഏതൊരാൾക്കും ഉണ്ടാവും. അതിനാണ് ബാല്യകാല ചാബല്യം എന്ന് പറയാം. ചെറിയ കുട്ടിയായിരുന്ന കാലത്തുണ്ടാകുന്ന വികൃതികൾ. അത് പറഞ്ഞിട്ട് പക്വമായ പ്രായത്തിലെത്തി പിന്നെ വയലു പറയുന്നവനോട് അതാരെങ്കിലും പറയോ? പറയില്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് പോലും പടച്ചോൻ കൊടുക്കൂല. വഷളാകാൻ അങ്ങനെ ഒരു ചാൻസ് പോലും കൊടുക്കൂല. മുത്തുനബി വളർന്ന് വലുതായി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. നബി തങ്ങൾ പ്രസംഗിക്കുകയാണ്, ഖുർആനിലൊരായത്താ, നിങ്ങൾ നീതി പാലിക്കണം, ജസ്റ്റിസ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അതാ പടച്ചവനെ പേടിക്കാൻ ഏറ്റവും നല്ല സംവിധാനം നീതിയാണ്. അനീതി കാട്ടരുതേ, അനീതി കാട്ടരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി ഇങ്ങനെ വയലു പറയുമ്പം ആ സദസ്സിന്റെ മൂലയിൽ നിന്ന് ലംറത്ത് എഴുന്നേറ്റ് പറയാൻ അവസരമുണ്ടാവരുത്, ചാൻസ് ഉണ്ടാവരുത്. ലംറത്ത് പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങ് ധാർമ്മികത പ്രസംഗിക്കരുത്, നീതിബോധത്തെ കുറിച്ച് വല്ലാതെ അങ്ങ് വാചാലനാവരുത്. ചെറുപ്പത്തില് എന്റെ പാല് കട്ടുകുടിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു അവസരം പഠിച്ചവൻ കൊടുക്കൂല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിക്കാലത്ത് പോലും അങ്ങനെ ഒരു ചാബല്യം പോലും ഉണ്ടാവില്ല. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ. യാ അല്ലാഹ്, മുത്തുനബിയെ മനസ്സിലാക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. എന്തൊരു ഉന്നതമായ അവസ്ഥയാണ് മുത്തുനബിയുടെ ജീവിതത്തിന്റെ അവസ്ഥ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ബാല്യകാല ചാബല്യങ്ങളിൽ നിന്ന് പോലും മുത്തുനബിയുടെ ജീവിതാവസ്ഥകളെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? പിന്നെ പറഞ്ഞു, അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്തോ, അരുത് എന്ന് പറഞ്ഞതിലേക്ക് അടുക്കരുത്. അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? യെസ് എന്ന് പറയാനും നോ എന്ന് പറയാനും മുത്തുനബിയോളം ധാർമ്മിക അവകാശമുള്ള ഒരു പടപ്പുമില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസിരി തങ്ങൾ പറഞ്ഞത്, നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അൽ ആമിറുൻ നാഹി, നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിക്കുകയും നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിരോധിക്കുകയും വിരോധിക്കുകയും ചെയ്തയാളാണ്. അതുകൊണ്ട് പറയട്ടെ, ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. മുത്തുനബിയേക്കാൾ ധാർമ്മികമായി യെസ് എന്നോ, നഅം എന്ന് പറഞ്ഞാൽ യെസ്, ലാ എന്ന് പറഞ്ഞാൽ നോ, യെസ് എന്നോ നോ എന്നോ, ചെയ്തോളൂ ചെയ്യരുത് എന്ന് ധാർമ്മികമായി പറയാൻ അവകാശമുള്ള ഒരാൾ ലോകത്ത് വേറെ ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി അത് ചെയ്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ധാർമ്മികമായ അവകാശമുണ്ട്. അങ്ങനെ ഉള്ള ഒരാളുടെ ജീവിതം, അതിനെപ്പറ്റി എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ഇപ്പൊ ഈ ഹലീമ ബീവി ആ തിരിച്ചു കിടത്തി പാല് കൊടുക്കാൻ ശ്രമിച്ചത് ആകെ ഒരു 5 മിനിറ്റ് ഉണ്ടാവില്ലല്ലോ. 2 മിനിറ്റ് കൊണ്ട് കഴിയൂലേ ആ പണി? ആ 2 മിനിറ്റ് പോലും ഇത്രത്തോളം പരിശുദ്ധാണെങ്കിൽ മുത്തുനബിയുടെ 63 കൊല്ലക്കാലത്തെ ജീവിതം അങ്ങ് പഠിച്ചാൽ, ഓ സുഹൃത്തുക്കളെ,
എത്ര മനോഹരമായിരിക്കും, എത്ര മനോഹരമായിരിക്കും. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തില് മുത്തുനബി ഒരു കാര്യം അങ്ങ് ചെയ്താൽ പിന്നെ ഇടവും വലവും ആലോചിക്കാതെ അത് ഇത്തിബാ ചെയ്തിരുന്നവരാണ് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു. ഖിബ്ലയുടെ മാറ്റം ഒരു ഉദാഹരണം. ഖിബ്ലയുടെ ചേഞ്ചിങ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ജൂതന്മാരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹു കുറച്ചു കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് ആക്കി കൊടുത്തു. അപ്പോഴും മുത്തുനബി തന്റെ പഴയ ഖിബ്ല കഅബ തന്നെ കിട്ടണം എന്നിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കഅബ തന്നെ ഖിബ്ലയായി കിട്ടണമായി എപ്പോഴാ വരിക എന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മദീനയിൽ, നമ്മൾ ഇപ്പോഴും മദീനയിൽ പോകുമ്പോൾ മസ്ജിദുൽ ഖിബ്ലത്തൈനിയിൽ പോയിട്ടുണ്ടാകും. ഇരു ഖിബ്ല പള്ളി, ഒരു കുടുംബ പള്ളിയായിരുന്നു അത് അന്നത്തെ. ആ കുടുംബ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ അസ്ർ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് അങ്ങോട്ട് നിസ്കരിച്ചു. ആ 2 റക്അത്ത് കഴിഞ്ഞപ്പോഴാണ് ഖിബ്ല മാറ്റം അറിയിച്ചത്. 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയേ, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നിങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുക, എപ്പോഴാ ഖിബ്ല മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബ്ലയിലേക്ക് നിങ്ങളെ നമ്മൾ തിരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മുഖം മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്, കഅബയിലേക്ക് തിരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാ നിസ്കരിക്കുന്നത്, ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാ നിസ്കരിക്കുന്നത്. ഖിബ്ല ഇവിടെയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാ നിസ്കരിക്കുന്നത്. അങ്ങനെയാണ് വരിക, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ 2 റക്അത്ത് ഇങ്ങോട്ട് നിസ്കരിച്ചു. പിന്നെ 3ാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞങ്ങ് നിന്നു. നിസ്കരിക്കുന്ന നബി തങ്ങൾ തിരിഞ്ഞങ്ങ് നിന്നു. സ്വഹാബത്ത് 1 സെക്കൻഡ് നേരെങ്കിലും അന്തം വിട്ടോ? 1 സെക്കൻഡ് നേരം. എന്തേ ഇപ്പൊ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരിഞ്ഞുണ്ടാണ് അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഇമാം അവിടെ, നമ്മൾ ബാക്കിൽ, ഇമാം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാല് അല്ലേ, നമ്മളൊക്കെ ഇമാമിന്റെ മുമ്പിലായി. അങ്ങനെയല്ലേ ഉണ്ടാകുക? നമ്മൾ ഇമാമിനോട് മുഖാമുഖം അങ്ങനെ ഇമാം ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെയാണ്. അപ്പൊ എന്തേ നബിയെ എന്ന് ചോദിച്ചോ? അല്ലെങ്കിൽ ഒന്ന് അന്തിച്ചോ? കുറച്ച് സമയമെങ്കിലും സംശയിച്ചോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാണോ അങ്ങോട്ട് തിരിഞ്ഞത്, സ്വഹാബത്തിന് ഒരു സംശയവുമില്ല, എടും വലും നോക്കിയില്ല, അവരും ഒന്ന് തിരിഞ്ഞു. ഇപ്പൊ എന്തായി? ഇമാമ് ബാക്കിലും മൗമൂമിങ്ങളെ മുമ്പിലുമായി. പിന്നെ ഉണ്ടാകുന്ന സംഗതി അങ്ങനെയാണ്. ഇമാമ് ബാക്കിലും മൗമൂമിങ്ങൾ മുമ്പിലും ആവും. അപ്പൊ അവര് പാസേജ് കൊടുത്തു റസൂലുള്ളാഹിക്ക് കയറിപ്പോരാൻ. റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൊടുത്തു. അതിലൂടെ റസൂലുള്ള മുന്നോട്ടിങ്ങ് കയറി ആ നിസ്കാരം മുത്തുനബി പൂർത്തീകരിച്ചു. ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ആയത്ത് പറഞ്ഞോടത്ത് അള്ളാഹു പറഞ്ഞ ആ ആയത്ത് വിശദീകരിച്ചു. എന്താ ഈ ആയത്തിനെ പറ്റി പറഞ്ഞത് അറിയോ? ആദ്യം ആയത്തൊന്ന് കേൾപ്പിച്ചുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ. നബിയെ, തങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ ഖിബ്ല തന്നെ തങ്ങൾക്ക് ഖിബ്ലയാക്കി അള്ളാഹു മാറ്റി തന്നിട്ടില്ല. ആരാണ് എടും വലും നോക്കാതെ റസൂലുള്ളാഹിനെ പിന്തുടരാന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്? നേരെ മറിച്ച് അതിപ്പോ ആ അസ്ർ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺഫ്യൂഷൻ ഒന്നും വരൂല. ഒരു 2 റക്അത്ത് മുമ്പ് ഇത് മാറ്റിക്കൂടേനിയോ? എന്നാ കൺഫ്യൂഷൻ ഇല്ല. നബി പറയണം ഇന്നത്തെ അസ്ർ തൊട്ടും കേട്ടോ എന്ന് പറഞ്ഞാൽ ആർക്കും കൺഫ്യൂഷൻ അല്ല. അസറിലെ 2 റക്അത്ത് അങ്ങോട്ട് നിസ്കരിച്ചു. ഇങ്ങോട്ട് നിസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റൂല. നേരെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക റസൂലുള്ളാഹി. അത് കണ്ടിട്ട് ആരൊക്കെ തിരിഞ്ഞത് നോക്കുക. തിരിയാതെ നിൽക്കണ മുനാഫിക്കീങ്ങൾ ആരാ, അവരും മനസ്സിലാക്കാം. കണ്ടോ? ഇതിനാണ്. അപ്പം ഏടും വലും നോക്കാതെ, ചോദ്യം ചെയ്യാതെ നേതാവിനെ അംഗീകരിക്കുക. ആരാന്ന് നോക്കാനാണ്. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ തെറ്റുപറ്റാത്ത ഒരാളായിരിക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. യാ അല്ലാഹ്, സഹാബത്തിന്റെ ഒരു ഈമാൻ എത്രയാ! മുനാഫിക്കീങ്ങളല്ലാത്തവരൊക്കെ തിരിഞ്ഞു നിൽക്കുകയാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്. ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ മിമ്മൻ യൻഖലിബു അലാ അഖിബൈ. ആരാണ് പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകുക, അവരുടെ മടമ്പിന്റെ മേൽ തിരിച്ചു നടക്കുക എന്ന് ചോദിച്ചാൽ നബിതങ്ങൾ അംഗീകരിക്കാത്തത് ആരാണ്, നബിതങ്ങൾ അംഗീകരിക്കുന്നത് ആരാന്ന് കാണണമെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിലാക്കണത്. അല്ലാഹ് പറയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വഇൻകാനതില കബീറ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുന്നറിയിപ്പില്ലാതെ തിരിയാ, ആ തിരിയുമ്പോഴേക്കും കണ്ട് തിരിയാ, അത് കുറച്ച് ഭാരം തന്നെയാണ്. ഇല്ലാ അലല്ലദീന ഹദല്ലാ. പടച്ചോ ഹിദായത്ത് കൊടുക്കാത്തവർക്ക് അങ്ങനെ തിരിയാൻ പറ്റൂല. ഒക്കെ ആയത്തിന്റെ ബാക്കിയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സൂറത്തുൽ ബഖറ 143-ാമത്തെ ആയത്ത് എടുത്തു നോക്കി അങ്ങ് കാണാം.
അപ്പൊ ഖിബലയുടെ മാറ്റം അള്ളാഹു നിസ്കാരത്തിനിടയിൽ കൊടുത്തത് മുത്തുനബി എന്ന തെറ്റുപറ്റാത്ത ജീവിതത്തിന്റെ ഉടമയെ കണ്ണുമുറുക്കി ചിമ്മി നിങ്ങൾ അനുകരിക്കുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹബീബാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രമാണം. അതുകൊണ്ട് ആ മഹ്ദൂം തങ്ങൾക്ക് പറയാൻ പ്രയാസമില്ലാതിരുന്നത്. എന്താ മഹ്ദൂം തങ്ങൾ പറഞ്ഞത്? വജൂകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി. നോക്കുങ്ങൾ ആ പറഞ്ഞ വാക്ക് അതൊക്കെ ഈ വിദ്യാർത്ഥികാർക്ക് അതൊക്കെ പ്രശ്നമായിരിക്കും. അവർക്ക് അതൊന്നും ദഹിക്കൂല. വജ്ഹുക്കൽ വല്ലാഹു, നബി അങ്ങയുടെ പ്രശോഭിതമായ മുഖമാണ് എന്ന് പറഞ്ഞാൽ അങ്ങയെപ്പറ്റിയുള്ള മങ്ങാത്ത ഓർമ്മ എപ്പോഴും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങയെപ്പറ്റി ഞങ്ങൾക്ക് തെളിഞ്ഞ ഓർമ്മയുണ്ട്. അങ്ങയെപ്പറ്റിയുള്ള മങ്ങാത്ത ഓർമ്മ, തെളിഞ്ഞ സ്മരണ, അതാണ് അങ്ങയാണ് ഹുജ്ജത്തുന, ഞങ്ങളുടെ പ്രമാണം, ഞങ്ങളുടെ തെളിവ് നബിയെ തങ്ങളാണ്. യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി, ലോകത്തുള്ള ജനങ്ങളൊക്കെ പല വിധം പ്രമാണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതും ഇതും മറ്റേതൊക്കെ തെളിവായിട്ട് അവതരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെ പറയാനുള്ള ഞങ്ങൾ ആധാരം തങ്ങളാണ്. അത് പറയാൻ ആർക്കൊരു പേടിയില്ല. മഹ്ദൂം തങ്ങൾക്കൊരു പേടിയില്ല. കാരണം എന്താ? മഹ്ദൂം തങ്ങൾക്ക് മുത്തുനബിനെ തിരിഞ്ഞിട്ടുണ്ട്, മുത്തുനബിയെ പഠിച്ചിട്ടുണ്ട്. മുത്തുനബിയെ പഠിച്ചവർക്കൊന്നും പേടിക്കേണ്ടതില്ല. വേണമെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇത്താഅത്തിനെ പറ്റി പറയുന്നുണ്ട്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലുള്ളാഹിനെയും അനുസരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അവിടെ ഇത്താഅത്ത് രണ്ടാൾക്കും പറഞ്ഞു. അല്ലാഹനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം. വേറെ ആയത്തിലുണ്ട് അത്തിയുല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ഇനി വേറെ ആയത്തിൽ വമൻ യുതിഇല്ലാഹ വർ റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിനെയും റസൂലിനെയും ഒരാൾ അനുസരിച്ചാൽ അല്ലാഹു അനുഗ്രഹിച്ച അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, രക്ഷപ്പെട്ടവരുടെ 4 കാറ്റഗറിയാണത്. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി, ഫോർത്ത് കാറ്റഗറി. 4 കാറ്റഗറിയാ. അംബിയാക്കള്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്. ഈ 4 എണ്ണത്തിൽ പെടാത്തവർക്ക് സ്വർഗമില്ല. സ്വർഗത്തിൽ പോയി രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുക, വിജയികളുടെ പട്ടികയിൽ പെടാൻ പറ്റുക ഈ 4 കൂട്ടർക്ക് മാത്രമാണ്. വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മുത്തുനബിയെയും അള്ളാഹുവിനെയും അംഗീകരിക്കുന്നവർക്ക് ഇവരോടൊപ്പമാണ് കൂട്ടുകൂടാൻ കഴിയുക. ആ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, എന്റെ വിഷയം എന്താ അറിയോ? അവിടെയും പറഞ്ഞു വമൻ യുതിഇല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ. ഇനി നിങ്ങൾ നോക്ക്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ ഓതുമ്പോൾ കേൾക്കാറില്ലേ? അള്ളാഹുവിനെയും അവന്റെ തിരുദൂതരെയും ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവൻ വമ്പിച്ച വിജയമാണ് വിജയിച്ചിരിക്കുന്നത്, അവൻ വലിയ വിജയം വിജയിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞു അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം. അപ്പൊ ചുരുക്കി പറയും, ഈ അനുസരണം പറയുമ്പോൾ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുക. 40-ലധികം സ്ഥലങ്ങളിൽ ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 40-ലധികം സ്ഥലങ്ങളിൽ. ഞാൻ അതിൽ 4-5 ആയത്തുകളാ പോതിയത്. അവിടെയൊക്കെ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുക എന്നാ പറഞ്ഞത്. ഇനി വളരെ കുറഞ്ഞ സ്ഥലത്ത് റസൂലുള്ളാഹിനെ മാത്രം അനുസരിക്കുന്ന കഥയും പറയുന്നുണ്ട്. അല്ലല്ല, അവിടെ അള്ളാഹുവിനെ പറ്റി പറയുന്നില്ല, റസൂലുള്ളാഹിനെ മാത്രം അനുസരിക്കുന്നത് എവിടെയാ? ഒരായത്ത് وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول. وأطيعوا الله وأطيعوا الرسول. وأطيعوا الرسول لعلكم ترحمون.
നിങ്ങൾ റസൂലുള്ളാഹിനെ അനുസരിക്കണം, അപ്പോഴേ നിങ്ങൾ അനുഗ്രഹം നേടിയവരാവുകയുള്ളൂ. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് റസൂൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ, അള്ളാഹനല്ല റസൂലിനെ അനുസരിച്ചാൽ, ഫഖദ് അതാഅ അല്ലാഹ്, സത്യത്തിൽ യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അതാ കാരണം. നബി തങ്ങളെ ഒരാളെ അനുസരിച്ചാൽ നബി സ്വന്തം വകയിലൊന്നും പറയില്ല, സ്വന്തം വകയിലൊന്നും ചെയ്യൂല. അപ്പൊ പിന്നെ നബി എന്ത് പറഞ്ഞാലും ചെയ്താലും അത് അള്ളാഹു, അതിന് ഒരാളെ നബി തങ്ങളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ അനുസരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് നബി തങ്ങളെ മാത്രം അനുസരിക്കുക എന്ന് പറഞ്ഞാലും അത് അള്ളാഹുവിനെയാണ്. അപ്പൊ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം എന്നാണ് ഭൂരിപക്ഷ സ്ഥലത്തും പറഞ്ഞത്. കുറഞ്ഞ സ്ഥലങ്ങളിൽ റസൂലുള്ളാഹിനെ മാത്രം അനുസരിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരായത്തിൽ പോലും 30 ജുസ് മുഴുവൻ നോക്കിക്കോ, 6000 ചില്ലാനം ആയത്തുകളില് ഒരായത്തിൽ പോലും അള്ളാഹിനെ മാത്രം അനുസരിക്കാൻ പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് ഇത്താഅത്തുർ റസൂലില്ലാതെ സാധ്യമല്ല. കാരണം നമ്മളോട് അള്ളാഹ് നേരിട്ട് വർത്താനം പറയില്ലല്ലോ. അള്ളാഹുവിനെ നമുക്ക് അനുസരിക്കാൻ പറ്റണമെങ്കിൽ മുത്തുനബി നമ്മളെ ഇടയിൽ ആരായിട്ടുണ്ട്? മീഡിയേറ്റർ ആയിട്ട് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഒരു പള്ളിയിൽ ഹദീസ് ക്ലാസ് എടുക്കുക, ഖുർആൻ ക്ലാസ് എടുക്കുക, ഹദീസ് ക്ലാസ് എടുക്കുക, ഫിഖ് ക്ലാസ് എടുക്കുക, തസവൂഫ് ക്ലാസ് എടുക്കുക, ഒക്കെ ഖുർആന്റെ വിശദീകരണമാണ്. ഖുർആൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഏതാണ്? ഖുർആന്റെ വിശദീകരണങ്ങളാണ്. അപ്പൊ ഏത് ക്ലാസ്സും എടുക്കാം, ഇന്നതേ എടുക്കാവൂന്നില്ല, എല്ലാം എടുക്കാം. പക്ഷേ ഹദീസ് ക്ലാസ് നടത്തുന്ന ബഹുമാനപ്പെട്ട ഹസനുൽ ബസരിയെ ചെറുതാക്കിക്കൊണ്ട് ഒരു പണ്ഡിതൻ ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഖുർആൻ ക്ലാസ് എടുത്തൂടെ, എന്തിനാ ഈ ഹദീസ് ക്ലാസ് എടുക്കുന്നത്? കാരണം അയാളെ കൊണ്ട് ഉദ്ദേശം എന്താണെന്നറിയോ? ഹദീസ് റസൂലുള്ളാഹിന്റെ വാക്കല്ലേ, ഖുർആൻ അള്ളാന്റെ വാക്കല്ലേ, അള്ളാന്റെ കലാമല്ലേ ഉഷാറേന്ന അയാളെ കഴുത്തിനോട് പിടിച്ചു. ഹസനുൽ ബസരി കഴുത്തിന് പിടിച്ചു പറഞ്ഞാൽ കൈകൊണ്ട് പിടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ, മറുപടി കൊണ്ട് കഴുത്തിന് പിടിച്ചു, മറുപടി കൊണ്ട് ഒന്നും അയാൾക്ക് മിണ്ടാൻ പറ്റാത്ത രൂപത്തിലാക്കി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫകൈഫ തുസല്ലി ദുഹ്റ അർബഅൻ. ഓഹോ, നീ ചോദിച്ചത് കേട്ടാല് അള്ളാഹുവിന്റെ റസൂലിന്റെ കലാമ്, അള്ളാഹുവിന്റെ കലാമല്ലേ മുന്തിയ കലാമ്, അള്ളാന്റെ റസൂലിന്റെ കലാം അവർക്ക് എത്തൂലല്ലോ എന്നുള്ള നിലക്കല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ, നീ ദുഹ്റ എങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കാം? നിസ്കാരത്തിന്റെ പേരുകളൊക്കെ നിനക്ക് ഏതായത്തുന്നാ കിട്ടിയത് ചോദിച്ചു. ളുഹ്റിന്ന് 30 ജുസുകളില്ല, അസറിന്നില്ല, മഗ്രിബ് എന്നില്ല, ഇശാ എന്നില്ല, സുബ്ഹ് എന്നില്ല. ഈ പേരൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? ഖുർആനിൽ നോക്കിയാൽ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞോ? നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം പറഞ്ഞോ? ളുഹ്ർ 4, അസർ 4, മഗ്രിബ് 3. എവിടെയാ പറഞ്ഞത്? എവിടെയില്ല. ഇതൊക്കെ എനിക്ക് എവിടുന്നേ കിട്ടിയത്? ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത്? എന്റെ മുത്തുനബിയില്ലാതെ എവിടുന്ന് കിട്ടും? അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതാക്കരുത്. അല്ലാതെ ഖുർആനെ ചെറുതാക്കിയതല്ല കേട്ടോ. ഇയാള് ഖുർആൻ ആക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ മുത്തുനബിനെ ചെറുതാക്കിയിട്ടാ. അപ്പൊ അതിന് മറുപടി ഇങ്ങനെ കൊടുത്തു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഖുർആനിൽ പറഞ്ഞത് കണ്ടാൽ നമ്മൾ ശരിക്കും അന്തം വിട്ടു നിൽക്കും. ഞാൻ 2-3 ഉദാഹരണങ്ങളും കൂടി പറയാം. 10 മണിയാണ് എൻ്റെ സമയം, 9:45 ഇനി 15 മിനിറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റുന്ന 1-2 ഉദാഹരണങ്ങൾ. റസൂല് ചെയ്ത ഒരു പ്രവൃത്തിയെ പറ്റി അള്ളാന്റെ പ്രവൃത്തി എന്ന് ഖുർആനിൽ പറയാം. അത് അപ്പൊ ആ റസൂലുള്ള ചില്ലറക്കാരനാവോ? വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ തങ്ങൾ എറിഞ്ഞപ്പോൾ തങ്ങളല്ല എറിഞ്ഞത്, ബട്ട് അല്ലാഹുവാണ് എറിഞ്ഞത്. കണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നബിയാണ് എറിഞ്ഞത്. ശത്രുക്കളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞു, അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി. എല്ലാവരുടെ കണ്ണിലുമായി പരാജയപ്പെട്ടു. ആ സംഭവമാണ് സംഭവം, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ആ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോഴേക്ക് എങ്ങനെയായി ശത്രുക്കളെ കണ്ണിക്കൊക്കെ അതെത്തിയത്? അങ്ങനെ വേഗാണ്ട് എത്തൂലല്ലോ. അപ്പൊ അള്ളാഹു പറഞ്ഞതാ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. തങ്ങൾ ആ ശത്രുക്കളുടെ മുഖത്തേക്ക്, ശത്രുക്കൾക്ക് നേരെ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പം നബിയെ തങ്ങളല്ല യഥാർത്ഥത്തിൽ എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. മുത്തുനബിയുടെ ഏറിനെ പറ്റി അള്ളാഹുവിന്റെ ഏറെന്ന് പറഞ്ഞു.
ഇനി വേറെ നോക്ക്, വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മുത്തുനബി നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് ഉരിയാടുകയില്ല. ഇല്ലാ വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൽ നിന്ന് വ്യക്തമായ ഉത്ബോധനം കിട്ടാതെ, ബോധനം ലഭിക്കാതെ കാമാ പറയില്ല. മുത്തുനബി കാമാ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് പറഞ്ഞിട്ടാ പറയണത്. അപ്പൊ എന്തായി? മുത്തുനബി ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹു പറഞ്ഞതിന് തുല്യമാണ്. കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചു ബൈഅത്ത് ചെയ്തു. സ്വഹാബത്ത് വന്ന് ഞങ്ങൾ ഈ സത്യദീൻ അംഗീകരിച്ചു ജീവിക്കാൻ തയ്യാറാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ച് ബൈഅത്ത് വാങ്ങിയ സമയം അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. നബിയെ, തങ്ങളെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തവരില്ലേ, ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്തത്. യദുല്ലാഹി ഫൗക അയ്ദീഹിം. അവരായിട്ട് ബൈഅത്ത് ചെയ്യുമ്പോൾ അവരുടെ മുകളിൽ തങ്ങളുടെ കയ്യാ. സത്യത്തിൽ യദുല്ലാഹി ഫൗക അയ്ദീഹിം എന്നും നോക്ക് നിങ്ങള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നത് അല്ലാഹുവിനോട് ബൈഅത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും. വേറെ ഹദീസ് ആയത്ത്, ഇദാ ദഅാകും ലിമാ യുഹ്യിക്കും. അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം ചെയ്യണം. ഇദാ ദഅാകും, മുത്തുനബി നിങ്ങളെ വിളിച്ചാൽ. എങ്ങനെ? മുത്തുനബി വിളിച്ചാൽ നിങ്ങൾ അല്ലാഹു റസൂലിന് ഉത്തരം ചെയ്തോളണം. അപ്പൊ മുത്തുനബി വിളിക്കുന്നത് അള്ളാന്റെ വിളിയാണ്. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? ശരിക്ക് അറബി ഭാഷ അറിയുന്നവർക്ക് അറിയാം അവിടെ പറയേണ്ടത് എങ്ങനെ കറക്റ്റ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅവാകും. അങ്ങനെ പറയേണ്ടത്. അവർ രണ്ടാളും നിങ്ങളെ വിളിച്ചാൽ എന്നാ പറയേണ്ടത്. പക്ഷെ അള്ളാഹ് പറഞ്ഞ ഇതാ ദഅാകുന്ന. മുത്തുനബി വിളിച്ചാൽ നിങ്ങൾ നബിക്കും അള്ളാഹ്ക്ക് ഉത്തരം ചെയ്യണം. അപ്പൊ മുത്തുനബി ഒറ്റക്ക് വിളിച്ചാലും അത് ആരുടെയും കൂടെ വിളിയാ, അള്ളാഹുവിന്റെയും കൂടെ വിളിയാ. ഈ മഹത്വം എങ്ങനെയാ പറഞ്ഞു തീർക്കുക? ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. മുത്തുനബി വിളിച്ചു. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ സഈദിനെ വിളിക്കണേ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ചു. യാ അബാ സഈദ്, അബൂ സഈദ് എന്ന് വിളിച്ചു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഉസല്ലി ഫമറ ബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅനി. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി എൻ്റെ അടുത്തു കൂടെ പോയി. അപ്പം എന്നെ വിളിച്ചു, യാ അബാ സഈദ് എന്ന് വിളിച്ചു. ഫലമാത്തിഹി, അപ്പം ഞാൻ നബിതങ്ങളുടെ അടുത്ത് ചെന്നില്ല. നബിതങ്ങൾക്ക് ഉത്തരം ചെയ്ത് നബിതങ്ങളുടെ അടുത്ത് ചെന്നില്ല. എന്നെ നിസ്കരിക്കല്ലേ. സുമ്മാതൈതുഹു, നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ ചെന്നില്ല. ഹത്താ സ്വല്ലൈതു, ഞാൻ നിസ്കരിച്ച് കഴിയുന്നത് വരെ പോയില്ല. സുമ്മാതൈതുഹു, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ നബിതങ്ങളുടെ അടുത്ത് ചെന്നു. ഫഖാല, എന്തേ നബിയേ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, മാ മനഅക അൻ തഅതിയനി ഇദ് നാദൈതുക. ഞാൻ വിളിച്ചപ്പോ വരുന്നതിന് എന്താ തടസ്സം ഉണ്ടായിന് എന്ന് ചോദിച്ചു. ഉണ്ടോ? ഞാൻ വിളിച്ചപ്പോ എന്തുകൊണ്ട് വന്നില്ല? അതിന് മറുപടി പറയണം. നേരത്തെ വിളിച്ചതിന് ഇപ്പോഴാ എന്താന്ന് ചോദിച്ചു വരല്. എന്താ സംഭവിച്ചു ചോദിച്ചു. അപ്പൊ നബിയെ, തങ്ങൾക്ക് അറിയാലോ, കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കായിരുന്നു നബിയെ, അതുകൊണ്ടാണ്. അല്ലാതെ തങ്ങൾ വിളിച്ചതിന് ഉത്തരം ചെയ്യണ്ടെന്ന് കരുതിയിട്ടല്ല. നിസ്കരിച്ച് ചെയ്യട്ടെ വിചാരിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തതാ നബിയെ. കുറച്ച് ഡിലേ ആയി പോയി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലം തസ്മഉ ഖൗലല്ലാഹ്, പടച്ചോനോ അവന്റെ ഖുർആനിൽ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. അള്ളാന്റെ റസൂൽ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം ചെയ്യണം. നിസ്കാരത്തിലാണെങ്കിലും. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് ഗൗരവം ഉൾക്കൊണ്ടത്. ഈ ഒരു ധൈര്യം കൊണ്ടാണ്. തുഹ്ഫ എന്ന ഷാഫിഈ മദ്ഹബിലെ കിതാബിനെ പറ്റി അറിയാത്തവരുണ്ടാകൂല. ഷാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണ്. ആ പ്രബല ഗ്രന്ഥത്തില് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ അരീക്കോട് മജ്മഇലെ PG വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ മുബ്തിലാത്തു സ്വലാത്തിന്റെ അധ്യായം, അതില് ഒരു മസ്അല കണ്ടപ്പോൾ ശരിക്കും അന്തം വിട്ടുപോയി. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൻ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാൻ, അന്യ സംസാരം കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നു.
അർത്ഥമുള്ള ഒരക്ഷരം പറഞ്ഞാലും അർത്ഥമില്ലാത്ത രണ്ടക്ഷരം പറഞ്ഞാലും നിസ്കാരം എന്താവും? മനഃപൂർവ്വം പറഞ്ഞാൽ ബാത്തിലാവും എന്ന് ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അജ്നബിയായ സംസാരം കൊണ്ട്, നിസ്കാരത്തിന്റെ ഉള്ളിൽപ്പെട്ടതല്ലാത്ത സംസാരം, എന്തെങ്കിലും പുറം സംസാരങ്ങൾ നിസ്കാരത്തിൽ വന്നാൽ നിസ്കാരം ബാത്തിലാകും, നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആ മസല പറഞ്ഞിട്ട്, നഅം, പക്ഷേ ലാ തബ്തുലു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം പുറം സംസാരം ഉണ്ടായാലും ബാത്തിലാകൂല. ബാത്തിലാവും എന്ന് പറഞ്ഞിട്ട് പറയാ, പക്ഷേ അവന്റെ നിസ്കാരം ബാത്തിലാകൂല. ലാ തബ്തുലു, അവന്റെ നിസ്കാരം ബാത്തിലാകൂല ബിജാബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിക്കുത്തരം കൊടുത്താൽ. നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ള നിങ്ങളെ വിളിച്ചു, ജഅഫറേ എന്ന് വിളിച്ചു, ഉസ്മാനേ എന്ന് വിളിച്ചു, അബൂബക്കറേ എന്ന് വിളിച്ചു, അബൂ സഈദേ എന്ന് വിളിച്ചു. വിളിച്ച ഉടനെ തന്നെ നിങ്ങൾ ഉത്തരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നു. എന്തേ നബിയെ വിളിച്ചത് എന്ന് ചോദിച്ചു. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാന്ന് പറഞ്ഞു. അപ്പുറത്ത് പോയി വെള്ളം തിരിച്ചെടുത്തു. നിങ്ങൾ ആ തിരിച്ചെടുത്ത വെള്ളവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു അങ്ങ് കൊടുത്താലും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എവിടുന്നാ അറിയങ്ങളെ? ആകെ ചെറിയ ഒരു മൂന്നനക്കല്ലാത്ത പ്രവൃത്തി, രണ്ടക്ഷരത്തിന്റെ അപ്പുറത്തേക്ക് പോകാത്ത അക്ഷരമൊക്കെ ആണെങ്കിൽ ആയിരിക്കും എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലാ തബ്തുലു ബിഇജാബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാത്തിഹി, നബിതങ്ങളുടെ ജീവിതകാലത്ത് നബിതങ്ങൾക്ക് ഉത്തരം ചെയ്താൽ നിസ്കാരം ബാത്തിലാകൂല. അപ്പോഴും ഫീ ഹയാത്തിഹി എന്ന് എഴുതാൻ ഇബ്നു ഹജർ വിട്ടുപോയിട്ടുമില്ല. കാരണം ഇന്നത്തെ കള്ള ഷെയ്ഖന്മാരെ പരിപാടി അതാ, റസൂൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ് നിസ്കാരത്തിൽ. ആ ജാതി ഒരു കള്ളനാണയത്തിനും ലൈസൻസ് കൊടുക്കൂല. വഫാത്തിന് ശേഷം അങ്ങനെ ആരെയും പറഞ്ഞാൽ അംഗീകരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരാളെ നബി വിളിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഉത്തരം കൊടുത്താൽ ബിഖൗലിൻ ഔ ഫിഅലിൻ, വാക്കുകൊണ്ട് ഉത്തരം കൊടുത്താലും പ്രവൃത്തി കൊണ്ട് ഉത്തരം കൊടുത്താലും വഇൻ കസുറ, അത് മൂന്നനക്കല്ല 3000 അനക്കുണ്ടെങ്കിലും ശരി ബാത്തിലാവൂല. ഇബ്നു ഹജറിന് ഇത് എഴുതാൻ ഒരു പേടി ഉണ്ടായിട്ടില്ല ദോഷയിൽ, ബാത്തിലാവൂല. അതാ ഞാൻ പറഞ്ഞത്, പോയി വെള്ളം എടുത്തുകൊണ്ടെന്ന് കൊടുത്താലും ബാത്തിലാവൂല. വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ നബിതങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നത് വൈൻ കസുറാതെ എത്ര ധാരാളം ഉണ്ടാവട്ടെ, എത്ര വലിയ വർത്താനാണെങ്കിലും കുഴപ്പമില്ല, എത്ര നീണ്ട പ്രവൃത്തിയാണെങ്കിലും കുഴപ്പമില്ല, അതിനൊന്നും ഒരു വിഷയവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12 തന്നെയാണ് മുത്തുനബിയുടെ വഫാത്ത്. വഫാത്തിന്റെ നേരത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു ദിവസം മുമ്പ് അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമ് നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്തായ അവസാന ദിവസം, ഇത് ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നിസ്കരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് ഇമാമാണ്, സഹാബത്ത് മൗമൂമീങ്ങളാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫകശഫൻ നബിയു സിത്രൽ ഹുജ്റ, ഹുജ്റത്തു ശരീഫയുടെ അവിടുത്തെ റൂമിന്റെ കർട്ടനിങ് നീക്കി. ഫകശഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രൽ ഹുജ്റ, കർട്ടനിങ് നീക്കി മുത്തുനബി. കർട്ടൻ ഉണ്ടാവുമല്ലോ വാതിലിന്റെ മുമ്പില്, അങ്ങനെ നീക്കിയിട്ട് ഇങ്ങോട്ട് നോക്കി. അല്ലാഹ്, അപ്പൊ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? എങ്ങനെയായിരിക്കും ഉണ്ടാകുക? മദീനത്ത് പോയവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാൻ, റസൂലുള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ വീട് എന്ന് പറഞ്ഞാൽ പള്ളിപ്പെട്ടല്ലോ, അതിന്റെ പുറത്തല്ലേ, ഇങ്ങേ പുറത്തുള്ള സ്ഥലം അല്ലേ, അവിടെയാണ് മെഹ്റാബ് ഉള്ളത്, ഇവര് നിസ്കരിക്കുന്നത്. അതിന്റെ ഇടതുഭാഗത്താണ് ഏത് വരുന്നത്? ഹുജ്റത്തു ഷരീഫ വരുന്നത്. ആ ഹുജ്റത്തു ഷരീഫയുടെ വാതിൽക്കെന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ കർട്ടൻ നീക്കി നോക്കി എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന സ്വഹാബത്ത് അത് കാണുകയാണ്. നിങ്ങൾ നോക്കണം, ഇനി അവിടെ ഉണ്ട്, അവിടെ ഇമാമിങ്ങളൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള മറുപടികളും പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു ബേജാറ് വാങ്ങേണ്ടിയില്ല. അങ്ങനെ കർട്ടൻ ഇങ്ങനെ നോക്കി നീക്കി. അപ്പം ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കാട് നോക്കി.
ഇവര് സ്കരിച്ചുകൊണ്ടിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നോക്കിയപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫ്. അവസാന നിമിഷാട്ടോ, അന്ന് വഫാത്താകുക മുത്തുനബി. ഈ ഭൂമിയിൽ വെച്ച് അവസാനം കാണുന്ന കാഴ്ചയാണ്. മുത്തുനബിയെ കാണുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു സന്തോഷം ഇല്ല. ആശിഖീങ്ങൾക്ക് വേറെ ഇല്ല, മൂമിനീങ്ങൾക്ക് വേറെ ഇല്ല. സ്വഹാബത്തിന് ഓരൊറ്റ മൂമിനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുത്തുനബിയെ കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. ബുശ്റാ ലി ഉമ്മതിഹി ബിറുയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അദീമുൽ അസിയദു യാ റബ്ബി. മുത്തുനബിയെ കാണുന്നതിലേറെ വലിയൊരു സന്തോഷം ഈ ഉമ്മത്തിന് വേറെ കിട്ടാനില്ല. അത് തന്നെയാണ് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം. അതാണ് ഇപ്പോൾ ആ വരി പറഞ്ഞത്. ബുശ്റാ ലി ഉമ്മതിഹി ബിറുയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അദീമുൽ അസിയദ്. അത് നേരിട്ട് കാണുന്നതിനെ പറ്റിയായി പറഞ്ഞത്. ഇനി നേരിട്ട് കണ്ടില്ലെങ്കിലും സ്വപ്നത്തിലൊന്ന് കാണാൻ പറ്റിയാലും വലിയ സംഭവമാണ് അല്ലേ? നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് താജുശ്ശേരിയുടെ അടുത്ത് വെച്ചാണ്. അവരെ പോലത്തെ ആളുകളൊക്കെ ഇതുപോലുള്ള വലിയ ഭാഗ്യം ഉണ്ടായവരാണ്. നേരിട്ട് ആ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വലിയ ഭാഗ്യം ഉണ്ടായവരാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും ചെറുപ്രായത്തിലൊക്കെ കാണാൻ പറ്റി എന്ന് പറഞ്ഞാൽ ആ ആളുടെ വിശുദ്ധി എത്രത്തോളായിരിക്കും. അള്ളാഹു ഉസ്താദിൻ്റെ കൂടെ നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. യാ അല്ലാഹ്, ജീവിതത്തിൻ്റെ വിശുദ്ധിയാണത്. നല്ലപോലെ ജീവിച്ചാൽ മുത്തുനബിനെ സ്വപ്നത്തിൽ കിട്ടും. സ്വപ്നത്തിൽ കിട്ടിയാൽ അതിൽ കള്ളം കയറൂല, ശൈത്താൻ എൻ്റെ രൂപത്തിൽ വരൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിലൊന്ന് ദർശിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യാണ് സഹോദരങ്ങളെ, ചെറിയ ഭാഗ്യമല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ശിഷ്യൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മുസന്നയോട് പറഞ്ഞു, മുസന്ന മാ നിംതു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു ഫീഹാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ട് മുത്തുനബിയെ സ്വപ്നം കാണാതെ ഉണർന്നിട്ടില്ല. ഒരു രാത്രി പോലും ഉറങ്ങിയിട്ട് മുത്തുനബിയെ കിട്ടാത്തൊരു രാത്രി എനിക്കില്ല. 48 കൊല്ലായി ഞാൻ കിടന്നുറങ്ങി എണീക്കണ്. നിങ്ങളൊക്കെ വ്യത്യസ്ത കൊല്ലക്കാരായിരിക്കും. എനിക്ക് 48 വയസ്സായി. ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൊല്ലായി നമ്മൾ കിടന്നുറങ്ങി എണീക്കണ് ഒരു ദിവസം. അങ്ങനെ ഒരു മഹാഭാഗ്യം, അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ രാവ്, മുത്തുനബിയുമായി സംഗമിക്കാൻ പറ്റുന്ന ഒരു രാവ് സഹോദരങ്ങളെ നമുക്ക് കിട്ടിയോ? മാലിക് തങ്ങൾക്ക് നിത്യസംഭവമായിരുന്നു. യാ അല്ലാഹ്, ഞങ്ങളെ കൂട്ടത്തില് അത്തരം ഭാഗ്യം കിട്ടിയവർക്ക് വീണ്ടും വീണ്ടും നീ അതിനവസരം നൽകണേ അല്ലാഹ്. ഇല്ലാത്ത സാധുക്കൾക്ക് ഒരു രാവെങ്കിലും മുബാറക്കായ ഒരു രാവ് തന്ന് മുത്തിന്റെ പൂമുഖമൊന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ലം തമസ്സന്നാറു മൻ റആനി വലാ മൻ റആ മൻ റആനി. മുത്തുനബി പറഞ്ഞു, എന്നെ കണ്ടവരെ നരകം തൊടൂല. അവൻ നരകത്ത് കടക്കൂല എന്നല്ല പറഞ്ഞത്, എന്നെ കണ്ടവനെ നരകം തൊടൂല. വമൻ റആ മൻ റആനി, എന്നെ കണ്ടവരെയും നരകം തൊടൂല. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പായില്ലേ? ആ ഹദീസ് ശരിയാന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഒരു കാര്യം നമുക്ക് ബോധ്യായില്ലേ? സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളും നരകത്തിൽ ഇല്ല. താബിഈങ്ങളുടെ കൂട്ടത്തിലും ഒറ്റയാളും നരകത്തിൽ ഉണ്ടാവില്ല. കാരണം കണ്ടവരെ കണ്ടവരുമാണ്. മുത്തുനബിനെ കണ്ടോൽക്കാ സ്വഹാബി എന്ന് പറയാം. മുത്തുനബിയെ കണ്ടവരെ കണ്ട സ്വഹാബിയെ കണ്ട ആൾക്കാ താബിഈ എന്ന് പറയാം. അപ്പൊ അവരൊന്നും നരകത്തിലല്ല. യാ അല്ലാഹ്, ഞങ്ങൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അഖ്ബറനി അനസ് ഇബ്നു മാലിക് അൽ അൻസാരി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ദിവസം അന്ന്
അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കർട്ടന്റെ റൂമിന്റെ കർട്ടൻ നീക്കി. അപ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. നബി അവിടെ നിൽക്കുകയാണ്, വാതിൽക്കൽ നിന്ന് നോക്കുകയാണ്. വഹുവ യൻദുറു ഇലൈനാ വഹുവ ഖായിം കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫ്. മുത്തുനബിന്റെ മുഖത്തേക്കാണ് നോക്കിയപ്പോൾ മുസ്ഹഫിന്റെ പേജാണോ എന്ന് തോന്നുകയാണ്. കാരണം അത്രയും തിളക്കാണ് ആ മുഖത്തിനപ്പോൾ ഉള്ളത്. മുസ്ഹഫിന്റെ പേജ് പോലെയുണ്ട് ആ മുഖം കാണാൻ. നല്ല തിളക്കമുള്ള, ഏറ്റവും കൂടുതൽ ആ നൂറാനിയത്ത് കാണുന്ന ദിവസമായിരിക്കുമല്ലോ അത്. അവസാനത്തെ കാഴ്ചയാണ് ഈ ഭൂമിയിൽ മുത്തുനബി തങ്ങളെ. അല്ലാഹ് പടച്ചോനെ, ഈ സംഗതി അങ്ങ് കണ്ടു ഞങ്ങള്. പിന്നെ റസൂലുള്ള ഞങ്ങളോടൊന്ന് പുഞ്ചിരിച്ചു. കണ്ടാ, നിസ്കരിക്കുന്നവരോട് റസൂലുള്ള പുഞ്ചിരിച്ചു. ഫഹമംനാ അൻ നഫ്തന അൻ ഫഹമംനാ അൻ നുഫ്തന മിനൽ ഫറഹി. ഞങ്ങൾ സന്തോഷാധിക്യം കൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തിന്റെ കാര്യത്തില് ഞങ്ങൾ കുഴപ്പത്തിലായി പോകുമോ എന്ന് ഭയപ്പെട്ടു പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്, അപ്പൊ ഞങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്, അപ്പൊ ഞങ്ങൾക്ക് നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് ഞങ്ങളെല്ലാം മതിമറന്ന് ആഹ്ലാദിച്ച് ഞങ്ങൾ വലിയ അപകടത്തിലും പെടുവോ, ഞങ്ങളെ നിസ്കാരം ബാത്തിലായോ എന്നൊരു തോന്നല് ഞങ്ങൾക്ക് തോന്നിയപ്പോഴേക്ക് ഇമാമ് നിന്നിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫനകസ അബൂബക്കറിൻ അലൈഹിസ്സലാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകോട്ടിങ്ങിറങ്ങി, പിന്നോട്ടിങ്ങിറങ്ങി, മടമ്പിന്റെ മേൽ പിന്നോട്ടിങ്ങിറങ്ങി. നബിതങ്ങൾ നിസ്കരിക്കാൻ വരിക എന്നാ കരുതിയത്. റസൂലുള്ളാഹി ഇമാമക്കാൻ വരികയാണ്, രോഗമൊക്കെ സുഖായി എന്ന് തോന്നിയപ്പോ ഇമാമിടെ ഇറങ്ങിക്കൊടുത്തു, നിങ്ങൾ നിസ്കരിച്ചോളി അറിഞ്ഞാണ്ട്. അപ്പോൾ സഹാബത്ത് പറയാം, ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ആംഗ്യം ചെയ്ത് പറഞ്ഞു, അൻ അതിമ്മു സ്വലാത്തക്കും, അൻ അതിമ്മു സ്വലാത്തക്കും, നിങ്ങളുടെ നിസ്കാരം അങ്ങ് പൂർത്തീകരിച്ചോളൂ. നിസ്കാരം പൂർത്തീകരിക്കാനാ പറഞ്ഞത്, തല തുടങ്ങി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. കാരണം നിസ്കാരത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അൻ അതിമ്മു സ്വലാത്തക്കും സുബ്ഹാന മൻ ജല്ല ജലാലു. അതേ ദിവസം തന്നെ മുത്തുനബി വഫാത്തായി. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഫളിൽ എത്രയാണ് എന്നറിയാൻ വേറെ ഒരുപാട് തെളിവുകളുടെ ആവശ്യമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരുപാട് വിഷയങ്ങൾ ഹബീബിനെ കുറിച്ച് ഇതുപോലെ പറയാനുണ്ട്. സമയം പരമാവധി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരല്പസമയം ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. നല്ല റാഹത്തിൽ ചൊല്ലണം. ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഈ മജ്ലിസിലാണ്ട് ദ്വായർന്നാ പിന്നെ ദ്വായക്ക് ഉത്തരം കിട്ടണം. അതുകൊണ്ടൊരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. യാ നബി സലാം ഞാൻ സയ്യിദ് അവറുകളോട് സമ്മതം വാങ്ങി ബഹുമാനപ്പെട്ട ജാഫർ തങ്ങളെ ഈ വേദി ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ തൽക്കാലം സംസാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഒറ്റ കാര്യവും കൂടെ പറയാം. ഇപ്പൊ നിങ്ങൾ ചൊല്ലിയ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാവത്തുല്ലാഹി അലൈക്കും. ഇങ്ങനെ മുത്തുനബിയോട് നേരിട്ട് വിളിച്ച് സലാം പറയാൻ, വഫാത്തായ നബിതങ്ങളോട് നബിയെ അങ്ങേക്ക് സലാം, ഹബീബെ അങ്ങേക്ക് സലാം, ഹബീബെ അങ്ങേക്ക് സലാം, അങ്ങനെ പറയണമെങ്കിലേ
ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളുണ്ടെങ്കിലേ കഴിയുള്ളൂ. അതായത് സുന്നിയാണെങ്കിലേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ വ്യതിയാന ചിന്താഗതിക്കാരതിന് കഴിയൂല. അവർക്ക് അപ്പോഴേക്ക് പ്രശ്നമായിരിക്കും. വഫാത്തായി പോയ നബിയോട് ഇപ്പം എങ്ങനെ അലൈക്കും എന്ന് പറയാൻ നേരിട്ട് ഇങ്ങനെ സംബോധന നടത്തുക, അതും ഒരു പ്രശ്നമായിരിക്കും. സലാമാണെങ്കിൽ തന്നെ അങ്ങനെയും പറയണ്ട. വേണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അത്ര പറഞ്ഞാൽ മതി അറിയാം. ബാക്കിയുള്ളതൊക്കെ അവർക്ക് പ്രശ്നമായിരിക്കും. എന്നാ ഖുർആൻ പഠിപ്പിച്ചത് എന്താ അറിയാം നിങ്ങൾ? വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. വലത്തെ കയ്യിൽ കിതാബ് വാങ്ങി സ്വർഗത്തിൽ പോകാൻ ഭാഗ്യമുള്ളവനാണ് മനുഷ്യനെങ്കിൽ. ഓരോ മനുഷ്യന്മാരെ പറ്റി പറയാം. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന വിധത്തിൽ അസ്ഹാബുൽ യമീനിൽ പെടാൻ ഒരാൾക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ അവന്റെ അടയാളം എന്താ? ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. ആ അസ്ഹാബുൽ യമീന്റെ ഭാഗത്ത് നിന്ന് നബിയെ എപ്പോഴും തങ്ങൾക്ക് സലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇങ്ങനെ തങ്ങളെ വിളിച്ചിട്ട് സലാം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സലാം ബൈത്ത് അല്ലേ? എല്ലാം അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ. അപ്പൊ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന് പല വിശദീകരണങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഒറ്റ വിശദീകരണം അല്ല. പക്ഷേ മുഫസ്സിരീങ്ങൾ ഈ വിശദീകരണം പറഞ്ഞിട്ട് പറഞ്ഞു സലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ലിഅന്ന ഉമ്മതക യുസല്ലിമൂന അലൈക ഫീ കുല്ലി വഖ്തിൻ വഹീൻ. എല്ലാ സമയത്തും അങ്ങേക്ക് ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കും ഉമ്മത്ത്. അതിന് സുന്നിയൊക്കെ കഴിയുള്ളൂ. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അല്ലെങ്കിലും കാസർഗോഡുകാർ വലിയ ഭാഗ്യവാന്മാരാ. ഒരുപാട് മക്ബറകൾ, ഉറൂസുകൾ, മഹാന്മാർ അവരെ ആദരിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്നവരാ. നിങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസം വരുന്നത് ഒരു പെരുന്നാൾ തന്നെ ആയിരിക്കും. ആ ഭാഗത്തേക്കൊക്കെ കയറി വരണം എന്ന് കരുതിയിരുന്നു. പക്ഷെ ഞാൻ ഇനി സംസാരിച്ചാൽ ട്രെയിന് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സദസ്സ് ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2 വാക്കിൽ ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് മുത്തുനബിയുടെ മദ്ഹാണ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബിന്റെ വലിപ്പം ഞങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കി തരണേ അല്ലാഹ്. ശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ അത് മനസ്സിലാക്കാൻ മഹാന്മാർ അവരുടെ ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് നോക്കി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെറിയൊരു ഭാഗം മാത്രമാണ് പറഞ്ഞത്. ഇനി എത്ര പറയാനുണ്ട്. അഷ്റഫുൽ ഖൽഖാണ് മുത്തുനബി. അത് മാത്രം 2 മണിക്കൂർ പറയാനുണ്ട്. ഏത് നമുക്കറിയാവുന്ന വിഷയങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ, അല്ലാതെ പറഞ്ഞിട്ട് എത്ര കാലം പറഞ്ഞാലും തീരൂല. അഷ്റഫുൽ ഖൽഖാണ്. എല്ലാ സൃഷ്ടികളെക്കാളിലും അത്യുത്തമരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ വാപ്പാരാ മുത്തുനബിയാണ്. ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവാരാ മുത്തുനബിയാണ്. ലോകത്ത് ഏറ്റവും നല്ല മോനാരാണ് മുത്തുനബിയാണ്. ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്താരാണ് മുത്തുനബിയാണ്. ലോകത്തെ ഏറ്റവും നല്ല ലീഡർ നേതാവാരാ മുത്തുനബിയാണ്. ലോകത്തെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനാരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ വെള്ള ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ പുണ്യമുള്ള ജലം ഏതാണ്? മുത്തുനബിന്റെ വിരലിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളമാണ്. ലോകത്തെ ഏറ്റവും വലിയ കുടുംബം ഏതാണ്? ആലുൻ നബിയ്യ്, മുത്തുനബിന്റെ കുടുംബാണ്. അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭാര്യമാരാരാ? അസ്വാജുൻ നബിയാണ്. ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ലോകത്തെ ഏറ്റവും അഷ്റഫ ഇത് എന്താന്ന് ചോദിച്ചാൽ അത് നേരെ റസൂലുള്ളാഹിയിലേക്ക് അടിലാഫ്റ്റ് ചെയ്താൽ മതി. അതിന്റെ ഉത്തരം ക്ലിയർ ആയിരിക്കും. ഇത് ഒരു 2 മണിക്കൂർ സംസാരിക്കേണ്ടതായിരുന്നു. പ്രമാണങ്ങൾ വെച്ച് സംസാരിക്കാൻ കഴിയും. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അല്ലാഹ് മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട്, ആല സുഹാബിന്റെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട താജു ശരീഅയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് മുത്തുനബിയോട് കൽബ് അടുപ്പിച്ച് തരണേ അല്ലാഹ്. മുത്തുനബിയോട് കൽബ് അടുപ്പിച്ച് തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നിന്റെ വിശാലമായ റഹ്മത്ത് തുറന്നു തരണേ അല്ലാഹ്. റഹ്മത്തുൽ ആലമീന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുട്ടികൾ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങൾക്ക് നീ തന്ന സ്വത്ത്, ഞങ്ങൾക്ക് നീ തന്ന അവസരങ്ങൾ, ഹിതമകൾ എല്ലാറ്റിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. തന്നതിലും തരാനുള്ളതിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. തന്നതിലും തരാനുള്ളതിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്.
ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. രണ്ട് ലോകത്തും എല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ ഈ സദസ്സ് ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും.